തന്മാത്ര എന്ന് പറയുന്ന സിനിമയിൽ ലാലേട്ടൻ മൂടായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അത് സിനിമയിലില്ല. അത് നമുക്ക് ഷോട്ടിന്റെ അല്ലാത്ത സമയത്ത് നമുക്ക് ഡ്രസ്സൊക്കെ ഇട്ട് നിൽക്കാം. പക്ഷെ ഷോട്ടിന് വേണ്ടിയിട്ട് നമ്മൾ ഡ്രസ്സൊക്കെ ഊരി കളഞ്ഞ് പിന്നെ നമുക്ക് ഇന്നേഴ്സ് ഇടാം. ആൾക്കാർ കുറച്ചായിരിക്കും ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും. സാധാരണ സിനിമ ഹനി ഇതിന്റെ അകത്ത് ബിരിയാണിയിൽ ലൂടായിട്ട് അപ്പൊ അങ്ങനെ അതേസമയത്ത് എന്റെ അടുത്ത് കംപ്ലീറ്റ്ലി ഇന്നറൂടെ ഇല്ലാതെ അഭിനയിക്കണം എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ചിലപ്പോൾ ഞാൻ നീ അയ്യോബിന്റെ പുസ്തകത്തിലുള്ള ആളല്ലേ. അപ്പൊ എന്റെ കൂട്ടുകാരൻ ഈ കോളേജിൽ ഒരു കൊടി ഉയരുന്നുണ്ടെങ്കിൽ അത് SFIയുടെ ചുവന്ന കൊടിയായിരിക്കും. ആ സിനിമ മെക്സിക്കന്റെ ഏറ്റവും വലിയ വിജയം ഞാൻ മനസ്സിലാക്കുന്നത് അത് അൾട്ടിമേറ്റ്ലി ഗംഭീര മേക്കിങ്ങോ അല്ലെങ്കിൽ അതിന്റെ കഥ ഫ്രഷ് ആയോണ്ടൊന്നും ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷെ ഇതിന്റെ അകത്ത് ഇങ്ങനെ ഒരു ഒരു ഞാനൊന്നും അറിയാതെ പോയ ഒരു ഭയങ്കര ഒരു വിശ്വാസവഞ്ചന. ഈ സിനിമയുടെ പിന്നിലെ യഥാർത്ഥ സംഭവം ഏതായിരുന്നു എന്നുള്ളൊരു ചർച്ച നടക്കുന്നത് ഈ ശരിക്കും പറഞ്ഞാൽ ടോം മെട്ടി പറയേണ്ടതായിരുന്നു അല്ലേ ഒരുപാട്. അല്ല എനിക്ക് അങ്ങനെ ആയിരുന്നു. ചാലക്കുടിക്കാരൻ ചെയ്യുന്ന സമയത്ത് ഞാൻ സാറിന് എടുത്ത് ചോദിച്ചിട്ടുണ്ട്, സാറേ ഇങ്ങനൊരു റോള് ഞാൻ ചെയ്യണോ, ഇത് ചെയ്ത് എനിക്ക് ലൈഫ് ഉണ്ടാവുമോ, എനിക്ക് പേടിയാണ്, എങ്ങനെ എടുക്കും. മണിയായിട്ട് നിങ്ങൾ അവിടെ പോയല്ലേ, മണിച്ചേട്ടൻ എന്ത് ഇപ്പൊ ആയിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നല്ലേ. ഏറ്റവും ഞാൻ മണിച്ചേട്ടനെ കണ്ടിട്ടില്ല. നമ്മ പേസ കൂടാതെ നമ്മ പണം താ പേസണം. ഇയോബിന്റെ പുസ്തകം നമ്മൾ നേരത്തെ മദ്രാസ് കഫെ പറഞ്ഞു, ഇയോബിന്റെ പുസ്തകമാണ് എന്താ പറയാ മലയാളികൾക്കിടയിൽ ഈ ഒരു നടനെ വിഷ്ണു ഗോവിന്ദൻ എന്ന നടനെ സുപരിചിതനാക്കുന്നത്. എങ്ങനെയായിരുന്നു അതിലേക്ക് വരുന്നത്? ഇയോബിന്റെ പുസ്തകം ഈ പറയുന്ന പോലെ ഞാൻ കോളേജ് കഴിഞ്ഞ് നാടകങ്ങളൊക്കെ ചെയ്ത് നടക്കുകയാണ്. അപ്പൊ പണ്ട് എനിക്ക് കോളേജിൽ പരിചയം ഉണ്ടായിരുന്ന ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ശങ്കർ എന്ന് പറഞ്ഞത്. ശങ്കർ അമലേട്ടൻ്റെ അസിസ്റ്റന്റ് ആയിട്ട് പിന്നീട് ജോയിൻ ചെയ്തു. ഞങ്ങൾ കോളേജ് ഫൈനൽ ഇയർ ഒരു ആൽബം ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശങ്കർ അതിൻ്റെ ഡയറക്ഷൻ ഡിപ്പാർട്ട്മെന്റിൽ ഞാൻ അഭിനയിക്കുകയൊക്കെ ചെയ്യുന്ന ആളായിരുന്നു. അപ്പോൾ ശങ്കർ തന്നെ പരിചയമുള്ള ആളാണ്, ഞാൻ അഭിനയിക്കുന്നൊക്കെ അറിയുന്ന ആളാണ്. ശങ്കറാണ് ഇയോബിൻ്റെ പുസ്തകത്തിലെ കാസ്റ്റിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് ചെയ്തിരുന്ന അസിസ്റ്റന്റ് ഡയറക്ടർ. അപ്പം ശങ്കർ ഇങ്ങനെ കുറേ ഓഡീഷൻസ് ഒക്കെ ചെയ്തിട്ട് ചെമ്പൻ ചേട്ടൻ്റെ ചെറുപ്പകാലഘട്ടം ചെയ്യാൻ ഒരാളെ തപ്പി നടന്നിട്ട് കിട്ടുന്നില്ല. ശങ്കർ കുറേ ആൾക്കാരെ ചെയ്തിട്ട് കിട്ടുന്നില്ല. അപ്പം ഞാൻ അതിൻ്റെ ഓഡീഷൻ ഒന്നും കണ്ടിട്ടോ പോയിട്ടോ ഒന്നുമില്ല. അപ്പോൾ ഒരിക്കൽ എന്നെ ശങ്കർ വിളിച്ചിട്ട് പറഞ്ഞാൽ ഒരു ഓഡീഷൻ ഉണ്ട്, നീ ഒന്നൊന്ന് അറ്റൻഡ് ചെയ്യാമോ. അപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പണിയല്ലേ, ഞാൻ പോയി ഓഡീഷൻ അറ്റൻഡ് ചെയ്യുന്നു. ആ ഓഡീഷൻ കഴിഞ്ഞിട്ടാണ് അവൻ പറയുന്നത്, എടാ ഇതിങ്ങനെ ഈ പടത്തിന് വേണ്ടിയിട്ടാണ്, എന്റെ പടത്തിന് വേണ്ടി. അപ്പം ഞാൻ ഈശ്വര നീ അത് നേരത്തെ പറയുന്നത് കുറച്ചുകൂടെ അവനാണ് ഇത് മതി. അപ്പം അവൻ പറഞ്ഞ് അതിനാണ് പരിപാടി. അപ്പം അതിൽ ചെമ്മൻ ചേട്ടൻ്റെ ഒരു ചെറുപ്പകാലഘട്ടമുണ്ട്. അപ്പോൾ അത് നീ ലുക്ക് വൈസ് ഭയങ്കര മാച്ചിങ് ആണ്. അപ്പോൾ അതുകൊണ്ട് അമലേണ്ണ ഞാൻ ഈ ഓഡിഷൻ ടൈപ്പ് ഒന്ന് കാണിച്ചു നോക്കട്ടെ. അമലേണ്ണ എന്താ നീ പ്രതീക്ഷ ഒന്നും വെക്കണ്ട, എനിക്കറിയില്ല, ഞാൻ കുറേ കാണിച്ചിട്ടൊന്നും പുള്ളിക്ക് വർക്കായില്ല, അതുകൊണ്ട് നോക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളി അമലേട്ടനെ കാണിച്ചു. അപ്പോൾ അങ്ങനെ അമലേട്ടൻ ഒരു ദിവസം ചെമ്മൻ ചേട്ടനെ എന്നെ ഒരുമിച്ച് വിളിച്ച് പുള്ളിയുടെ പ്രൊഡക്ഷൻ ഹൗസിലേക്ക്. ഞാൻ രണ്ടുപേരും ഇങ്ങനെ ഇരുത്തി രണ്ടു പിള്ളേ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നോക്കി, ഓക്കെ നിങ്ങൾക്ക് രണ്ടുപേർക്കും സെയിം കള്ളത്തരം പോകത്തുള്ളത്, അതുകൊണ്ട് നിങ്ങളെ ഫിക്സ് ചെയ്തെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ അതിലേക്ക് ഇന്നാവുന്നത്. പിന്നെ ഉണ്ടക്കണ്ണുണ്ട്, അങ്ങനത്തെ രൂപം വട്ടമൊഹമൊക്കെ അങ്ങനെ സാറെന്തൊക്കെ, പുള്ളി ക്യാമറമാനാണ്, പുള്ളി എന്തൊക്കെയൊക്കെ എസ്തെറ്റിക്കുകൾ കണ്ടിട്ടുണ്ടാവും. അങ്ങനെയാണ് അതിന്റെ ഷൂട്ട് നടക്കുന്നത്. ചെറിയ ഒരു റോളായിരുന്നു. പക്ഷെ ആ സിനിമ മലയാള സിനിമയിലെ വൺ ഓഫ് ദ ക്ലാസിക്കുകളിൽ ഒന്നായതുകൊണ്ട് ആ സിനിമ അത്രത്തോളം ചർച്ച ചെയ്തുകൊണ്ടും അതിൻ്റെ എസ്തെറ്റിക് വാല്യൂ ഒക്കെ ഭയങ്കര ഹൈ ആയതുകൊണ്ടും അതിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് യോബിൻ്റെ പുസ്തകം എന്നാണ് പടത്തിൻ്റെ പേര്. അതിൽ യോബിൻ്റെ മക്കളിൽ ഒരാളാണ് ഞാൻ ചെയ്തിരുന്നത്. പിന്നെ ചെമ്മൻ ചേട്ടനാണ് എൻ്റെ ക്യാരക്ടർ പിന്നീട് ടേക്ക് ഓവർ ചെയ്ത് അയാളാണല്ലോ വലുതാവുന്നത്. അപ്പോൾ അത് ചെമ്മൻ ചേട്ടൻ ചെയ്തുകൊണ്ടും ആ ക്യാരക്ടർ ഭയങ്കര ഐഡൻറ്റിറ്റിക്കൽ ഉള്ളതുകൊണ്ടും ആ സിനിമ ഭയങ്കര ചർച്ചയായതുകൊണ്ടും എന്നെ ആൾക്കാർ തിരിച്ചറിയാൻ തുടങ്ങി. ഞാൻ റോഡിലൊക്കെ പോകുമ്പോഴും ഒക്കെ ആൾക്കാർ നന്നായിട്ട് സജീവമായിട്ട് സിനിമ കാണുന്ന ആൾക്കാർ തിരിച്ചറിയാൻ തുടങ്ങി. ട്രെയിനിലൊക്കെ അങ്ങനെ നമ്മൾ നിൽക്കാൻ നേരത്ത് എനിക്ക് ഓർമ്മയുണ്ട് ഇപ്പോഴും, ഞാനൊരിക്കലും ഒരു പാസഞ്ചർ ട്രെയിനിൽ വെച്ച് ഞാനെൻ്റെ ഒരു കൂട്ടുകാരനെ കണ്ടു. അപ്പോൾ കോളേജ് കഴിഞ്ഞ സമയമാണല്ലോ. അപ്പം അവൻ എവിടെയോ എറണാകുളത്ത് എവിടെയോ IT കമ്പനിയുടെ ജോലിയൊക്കെ കയറി അവൻ ഭയങ്കര വെൽ സെറ്റിലായിട്ടിരിക്കുകയാണ്. അവനങ്ങനെ സിനിമയൊന്നും കാണുന്ന ആളല്ല. അപ്പം അവനെങ്ങനെ എന്നെ വെച്ച് ട്രെയിനിൽ കണ്ട ആളെയാ ഇങ്ങനെ എടാ ഇങ്ങനെ അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് ഭർത്താവൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ പറഞ്ഞ സിനിമയിൽ ഇങ്ങനെ ട്രൈ ചെയ്യാണ്, അങ്ങനെയാണ് പരിപാടി ആണല്ലേ. അവൻ പറഞ്ഞു ഓക്കേടാ ഏതെങ്കിലും ചെയ്തോ. അപ്പം ഞാൻ പറയണ ഇങ്ങനെ ഒരു സിനിമ ചെയ്തു, യോബിൻ്റെ പുസ്തകം സിനിമ ചെയ്തു, ചെറിയ പടമാണ്, ചെറിയ ക്യാരക്ടറാണ്. അവൻ പറയണ കൊള്ളാടാ ഓൾ ദി ബെസ്റ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേനും എൻ്റെ അവിടുന്ന് ഒരാൾ ഇറങ്ങി, ഏതോ ഒരു സ്റ്റോപ്പിൽ ഒരാൾ ഇറങ്ങി, എൻ്റെ അടുത്ത് വന്നിരുന്ന ആള് പുള്ളി എന്നെ നോക്കിയിട്ട് ചേട്ടാ നീ യോബിൻ്റെ പുസ്തകത്തിലുള്ള ആളല്ലേ. അപ്പോൾ എൻ്റെ കൂട്ടുകാരൻ
ചേട്ടാ ഇവൻ ഇത്ര ഞാനപ്പോ അതേടാ ഞാൻ പറഞ്ഞ അവൻ എൻ്റെ കൂടെ സെൽഫി ഒക്കെ എടുത്തിട്ട് പയ്യൻ എന്നിട്ട് അപ്പുറത്തൊക്കെ കണ്ട് മാറിയിരുന്നു. അപ്പൊ ഞാൻ ഇവൻ്റെ കൂടെ സത്യമായിട്ട് ഇത് ഞാൻ പറഞ്ഞു ചെയ്യിച്ചല്ല കേട്ടോ, ഞാൻ സത്യമായിട്ട് ചെയ്ത സിനിമയിൽ കണ്ടിട്ട് ഇതായി. നീ ഇത് എനിക്കറിയില്ലായിരുന്നല്ലോ, ഞാൻ കാണുന്നു. എന്റെ അടുത്ത കൂട്ടുകാരല്ല, കോളേജിൽ ഉണ്ടാകുന്ന കൂട്ടുകാരനാ. അവൻ അങ്ങനെ സിനിമ കാണുന്ന ആളല്ല. അപ്പൊ അതുകൊണ്ട് പിന്നെ അതിൽ അത്ഭുതമൊന്നുമില്ല. അതേസമയം അവൻ സിനിമ കാണുന്ന ആളായിരുന്നു, എന്നെ കണ്ട പെട്ടെന്ന് മനസ്സിലായത്. അപ്പൊ അങ്ങനെ ഒരു എപ്പിസോഡ് ഉണ്ടായിരുന്നു ലൈഫിൽ. എന്റെ ലൈഫിൽ ഞാൻ ഭയങ്കരമായിട്ട് ചെറിഷ് ചെയ്തിരുന്ന ആ എപ്പിസോഡാണ്. ഇതുപോലെ തന്നെ ഞാൻ എന്നിട്ട് എൻ്റെ ഒരു ഫ്ലാറ്റിൽ ഒരു ഫ്രണ്ടിന്റെ കൂട്ടുകാരനെ, ഫ്രണ്ടായിട്ടുള്ള ഒരു കൂട്ടുകാരനെ കാണാൻ ഞങ്ങളെല്ലാം ഒരു ഇതിൽ ലിഫ്റ്റിൽ കയറിയിട്ട് ലിഫ്റ്റിൽ ഇങ്ങനെ പോവാ. അപ്പൊ ആ ഫ്ലാറ്റിൽ ആക്ച്വലി അവിടെ ഔട്ട്സൈഡേഴ്സിന് അലോ ചെയ്യില്ല, പുറത്തെഴുതണം, വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ ഭയങ്കര അസോസിയേഷൻ നിയമങ്ങളൊക്കെ ഉള്ള ഭയങ്കര വലിയ ഫ്ലാറ്റ്. അപ്പൊ അങ്ങനത്തെ സാധനമാണ്. അപ്പൊ ഞാനിങ്ങനെ എഴുതിയപ്പോൾ സെക്യൂരിറ്റി പറഞ്ഞു വണ്ടി ഇവിടെ ഇടാൻ പറ്റില്ല, അവിടെ ഇടണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇത്. അത് ഞങ്ങൾ ലിഫ്റ്റ് കയറിയപ്പോഴത്തേനും അവിടെ മൊത്തം മറ്റേ ഈ ഫാമിലി ഓണേഴ്സ് ഫ്ലാറ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ബാച്ചിലേഴ്സ് എന്റെ ഫ്രണ്ട് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇവന്മാരെ കണ്ണെടുത്താൽ കണ്ടുവിടാം അവിടെ ഉള്ളു, എങ്കിലും ഇവിടുത്തെ പോച്ച് അടിക്കണം എന്നൊക്കെ. പക്ഷെ അപ്പൊ ഞങ്ങൾ അങ്ങനെ ഞാനും ഇവനും വേറെ ഞങ്ങളുടെ 2-3 ഫ്രണ്ട്സൊക്കെ കൂടി ലിഫ്റ്റിൽ കയറുക. ലിഫ്റ്റിൽ കയറാൻ ഇവരുടെ അസോസിയേഷനിലെ പ്രസിഡന്റ് ആയിട്ടുള്ള അവിടുത്തെ ഒരാളും അയാളുടെ ഭാര്യയും കൊച്ചുമൊക്കെ ലിഫ്റ്റിൽ കയറി. അപ്പൊ ഇവന്മാര് സാധാരണ ലിഫ്റ്റിൽ കയറുമ്പോൾ ഇവർക്ക് പുച്ഛമാണ് ബാച്ചിലേഴ്സ്. അപ്പൊ ഒരു പ്രാവശ്യം കയറിയപ്പോ തന്നെ ഞാൻ കൂടുന്നുണ്ട്. അപ്പൊ ഇവർ യോബിന്റെ പുസ്തകം കണ്ടിട്ട് വരുന്ന വഴിക്കാണ് ഞാൻ ഈ ലിഫ്റ്റിലുള്ള ഞാൻ സെക്യൂരിറ്റി എടുത്ത് വഴക്കൊക്കെ ഉണ്ടാക്കി ഇവന്മാരോടെ കയറിയ സമയത്ത് ഇവരെട്ടത്, നിങ്ങൾ യോബിന്റെ പുസ്തകം ഞങ്ങൾ ഇപ്പൊ കണ്ടിട്ട് വരുന്നതാണോ, അടിപൊളിയാണെന്ന് ക്ഷയിക്കേണ്ടത് എന്താ ഇവിടെ. ഞാൻ പറയാം എന്റെ ഫ്രണ്ട്സ് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരൊക്കെ അങ്ങനെ ഭയങ്കര ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ എന്റെ ഫ്രണ്ട് എന്നെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, അപ്പൊ നീ വന്ന് പോയ പിന്നെ ഞങ്ങൾക്ക് ഇവിടെ ഭയങ്കര വിലയാണ്. ഇറങ്ങി രാവിലെയൊക്കെ വിളിച്ചിട്ട് എന്തുണ്ട് വിശേഷം, വിഷ്ണു എന്ത് പറയുന്നു ചോദിക്കാനൊക്കെ. ഞാൻ പറഞ്ഞു അളിയാ അത് ചീത്തപ്പേര് ആക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് രസകരമായ ഇൻസിഡൻസ് ലൈഫിൽ ഇങ്ങനെ ആദ്യകാല സിനിമയിൽ അഭിനയിച്ചപ്പോ ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ ആദ്യത്തെ റെക്കഗ്നീഷൻ ആയതുകൊണ്ട് നമുക്ക് ഇപ്പോഴും ഭയങ്കര സന്തോഷമാണല്ലോ. അതിലെ സീനില്ലേ പശുവിന്റെ വാല് പേടിയുണ്ടായിരുന്നില്ലേ, പശുവിന്റെ വാല് നോക്കുന്നതും ഒക്കെ ഈ നമ്മൾ എങ്ങനെയും ഈ സീൻ നന്നാക്കണം എന്നുള്ള ഒരു പരിപാടിയിലായിരുന്നു അത് ചെയ്തത്. പിന്നെ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല, അമൽ നീരദാണ് ഇത് ഡയറക്റ്റ് ചെയ്യുന്നത്. പിന്നെ ശ്യാം പുഷ്കറാണ് ഇതിന്റെ മറ്റേ ഡയലോഗ്സ്. ശ്യാമേട്ടന്റെ മറ്റേ അളിയനായിട്ടുള്ള ഗോപൻ മാഷാണ് അത് സിനിമയുടെ സ്ക്രിപ്റ്റ് റൈറ്റർ. അവിടെ മലയാള സിനിമയിൽ ഇപ്പോഴത്തെ ലെജൻസ് എല്ലാവരും പറഞ്ഞു. അപ്പൊ നമുക്കിത് പറ്റില്ല എന്ന് പറയുന്നത് ഓപ്ഷൻ ഇല്ല. ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ പറ്റില്ല എന്ന് പറഞ്ഞാൽ സിനിമ നിർത്തിയിട്ട് പോവുക, ഇല്ലെങ്കിൽ ചെയ്യുക, പശുവിന്റെ ചവിട്ട് മേടിക്കുക. ഈ 2 ഓപ്ഷനേ ഉള്ളൂ. അപ്പൊ പിന്നെ ചെയ്യുക, ചവിട്ട് മേടിക്കുക എന്നല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല. അപ്പൊ ഇത് ഇങ്ങനെയുള്ള റിസ്ക് എലമെന്റ് ഒക്കെ ഉള്ളത് കൊണ്ട് പശുവിന്റെ വാല് പൊക്കി നോക്കി. പ്രത്യേകിച്ച് പശു ഒന്നും ചെയ്തില്ല, പശു വിചാരിച്ച കാണുമല്ലോ മറ്റേ അല്ലല്ല വല്ലോ മറ്റേ വെറ്റിനറി ഡോക്ടർ ആയിരിക്കും. പശു ഒന്നും ചെയ്തില്ല. പശു ഒന്നും ചെയ്യാത്തതുകൊണ്ട് ഞാൻ പിന്നെയും അതിലേക്ക് നോക്കി, അതിനൊരു ക്ലോസ് കിട്ടി. ആ സീൻ അങ്ങനെ നന്നായിട്ട് തീർന്നത് കൊണ്ട് ഒരു ടേക്കിന് തന്നെ തീർന്നു. അല്ല പിന്നെ റിസ്ക് എടുക്കാൻ പറ്റില്ലല്ലോ, കാരണം അവിടെ നിൽക്കുന്ന എല്ലാവർക്കും അറിയാം ഇത് ചവിട്ട് കിട്ടുമെന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് പശുവിനെ കൊണ്ടുവന്ന ചേട്ടൻ തന്നെ പറഞ്ഞു എന്തായാലും അത് പെട്ടെന്ന് തീർന്ന് നന്നായി എന്നുള്ള പരിപാടി. അപ്പൊ അങ്ങനെ ഒരു അതെ പശു പോലും എന്റെ കരിയറിൽ ഭയങ്കരമായി ഇമ്പോർട്ടന്റ് പാൽത്തു ജാൻവർ എന്നൊക്കെ പറയുന്ന പോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു ഗുണം ആ പടത്തിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഭയങ്കര പോസിറ്റീവായിട്ടുള്ള ഇപ്പൊ ഞാനിപ്പോ ആ കിക്ക് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ചെന്നൈയിൽ ജിഗർദണ്ഡ ഇറങ്ങി കഴിഞ്ഞപ്പോ ചെന്നൈയിൽ എവിടെയെങ്കിലൊക്കെ പോകുമ്പോൾ ആൾക്കാർ തിരിച്ചറിയുന്നുണ്ട്. അത് ഭയങ്കര ഇപ്പൊ നമ്മള് ജിഗർദണ്ഡ കഴിഞ്ഞിട്ടേ പിന്നെ ജിഗർദണ്ഡ 1 ഭയങ്കര ഹിറ്റ് അല്ലായിരുന്നു. അപ്പം സെക്കൻഡ് ഭയങ്കര രസമുള്ള പരിപാടിയാണ്. അത് ഈ പറഞ്ഞ പോലെ ചെറിയ റോളാണ്, പക്ഷെ ഭയങ്കര ഇമ്പോർട്ടന്റ് റോളാണ്, ഭയങ്കരമായിട്ട് തിരിച്ചറിയപ്പെടുന്ന ക്യാരക്ടറാണ്. ഞാൻ വേഷമൊക്കെ വേറൊരു പരിപാടിയാണല്ലോ. അപ്പം ഞാൻ ചെന്നൈയിലൊക്കെ ചെല്ലുമ്പോൾ റാപ്പിഡോ അവിടെ ബൈക്ക് ടാക്സി ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ അതൊക്കെ വിളിക്കുമ്പോൾ ആ ബൈക്കിലെ ആൾക്കാർ നിങ്ങൾ മറ്റേ ആളല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാറുണ്ട്. അവിടെ കൂടുതൽ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സും അവരുടെ പാർട്ട് ടൈമായിട്ട് അവർ ഈ റാപ്പിഡോ ഓടിക്കല് ചെയ്യാറുണ്ട്. അത് കുറെ ആൾക്കാർ അങ്ങനെ തിരിച്ചറിയുന്നത്. അപ്പൊ ചെന്നൈയിലൊക്കെ ഇറങ്ങുമ്പോൾ തമിഴന്മാര് ഇപ്പൊ തിരിച്ചറിയുന്നതാണ് എന്റെ ഇപ്പോഴത്തെ കിക്ക്. ജിഗർദണ്ഡയിൽ അഭിനയിച്ച ആളല്ലേ, നിങ്ങൾ ആക്ടറല്ലേ, നിങ്ങൾ എവിടെ കണ്ടിട്ടുണ്ടെന്നൊക്കെ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഗോവയിൽ ഫിലിം ഫെസ്റ്റിവലിൽ പോയപ്പോൾ അവിടെ ചെന്നൈയിൽ നിന്ന് അടയർ ഫിലിം സ്റ്റുഡിയോ എന്ന് കുറെ ആൾക്കാരൊക്കെ വന്നിട്ട് അവർ വന്നിട്ട് നിങ്ങളല്ലേ മറ്റേ റോളൊക്കെ ചെയ്യുന്നത്. അപ്പൊ അതെനിക്കിപ്പോ പേഴ്സണൽ ഇപ്പോഴത്തെ ഭയങ്കര പേഴ്സണൽ കിക്കാണ് അത്. കാർത്തിക് സുബരാജ് എങ്ങനെയാണ് പിന്നെ കണ്ടെത്തിയത് ശരിക്കും തമിഴിലേക്ക്? അതും ഈ പറയുന്ന പോലെ മെക്സിക്കൻ ഒക്കെ കഴിഞ്ഞ് ഇങ്ങനെ നമ്മളിങ്ങനെ ഒരു പരിപാടിയൊക്കെ പിടിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ 2020 ഞാനൊരു എക്സ്പെരിമെന്റൽ പടം ചെയ്യുന്നു, അറ്റൻഷൻ പ്ലീസ് എന്ന് പറഞ്ഞ പടം. അതെന്നെ ഭയങ്കര കരിയർ ബ്രേക്കിംഗ് പരിപാടി. വേറൊരു അതെ അത് മൊത്തത്തിൽ കരിയറിനെ ബ്രേക്ക് ചെയ്ത് കളഞ്ഞു.
എന്നുള്ളതാണ് സത്യം. കാരണം ആ സമയം വരെ ഞാൻ അങ്ങനെ തന്നെ വേണം, നമ്മളത് പ്ലാൻഡ് അല്ലായിരുന്നെങ്കിൽ ഒരു തരത്തിൽ അത് നന്നായി. കാരണം അല്ലെങ്കിൽ നമ്മൾ ഈ ടൈപ്പ് കാസ്റ്റ് ചെയ്ത് എന്നേക്കും മറന്നു പോകുന്ന ഒരു ആർട്ടിസ്റ്റ് ആയി പോയനെ. അപ്പൊ കോമഡി ഞാൻ ആ സമയങ്ങളിൽ കോമഡി മാത്രം, പിന്നെ ഇടയ്ക്ക് 2 ക്യാരക്ടർ റോൾ ചെയ്തെന്നല്ലാതെ നമ്മൾ അങ്ങനെയാണ് എപ്പോഴും. സിനിമയുടെ ഒരു ഇതങ്ങനെയാണ്, നമ്മൾ എന്തിലാണോ കംഫർട്ടബിൾ അത് വീണ്ടും നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കാനാണ് എപ്പോഴും എല്ലാവരും നോക്കുള്ളൂ. അതെപ്പോഴും അങ്ങനെയല്ലേ. നമ്മള് ഇപ്പൊ നന്നായിട്ട് പാട്ട് പാടാൻ അറിയാവുന്ന ആളെ കൊണ്ടല്ലേ വിളിച്ച് പാട്ട് പാടിപ്പിക്കുള്ളൂ. പ്ലംബിങ് അറിയാവുന്നവനെ കൊണ്ടല്ലേ നമ്മൾ അത് ചെയ്യുള്ളൂ. അല്ല ഒരു ഇലക്ട്രീഷ്യനെ കൊണ്ട് നമ്മൾ ഒരിക്കലും അപ്പൊ എപ്പോഴും അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ അങ്ങനെ ബാക്ക് ടു ബാക്ക് കോമഡി റോളുകളൊക്കെ ചെയ്ത് ഇങ്ങനെ പരിപാടി പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ അറ്റൻഷൻ പ്ലീസ് എന്ന് പറയുന്ന സിനിമ ചെയ്യുന്നത്. അപ്പൊ അറ്റൻഷൻ പ്ലീസ് ഭയങ്കര ഡയലോഗ് ഹെവി ആയിട്ടുള്ള, വേറെ അതിലും ചിരിക്കുന്ന പോലും ഇല്ല, കംപ്ലീറ്റ് സൈക്കോ പരിപാടി, ഭയങ്കര എഴുത്ത്, കഥ, നരേഷൻ, പിന്നെ അഭിനയത്തിന് ഭയങ്കര ഇതായിട്ടുള്ള മൈന്യൂട്ട് ആക്ടിങ്ങിന്റെ കുറെ സാധനങ്ങളുള്ള പരിപാടിയായിരുന്നു. സദാചാരം അതിൽ കുറെ സാധനങ്ങൾ ഉണ്ടായിരുന്നു. അതെ. അപ്പൊ അങ്ങനെ ചെയ്ത ഒരു സാധനമാണത്. അത് ഭയങ്കര വെല്ലുവിളി എന്നാൽ ചെയ്യാം എന്നുള്ള ഒരു പരിപാടിയിൽ ചെയ്ത സാധനമായിരുന്നു. അത് പിന്നീട് അത് ഭയങ്കര കൾട്ട് പടമായി മാറുകയും സക്സസ്ഫുൾ ആവുകയും അതിനെപ്പറ്റി ഭയങ്കര ചർച്ചയും, അത് പാൻ ഇന്ത്യ ലെവലിൽ അതിനെപ്പറ്റി ചർച്ച പോവുകയും, ഹരി അങ്ങനെ ഒരു പരിപാടി വരികയും, കാസ്റ്റ് ഡിസ്ക്രിമിനേഷനെയൊക്കെ ഇൻഡയറക്ട്ലി ചോദ്യം ചെയ്ത പടം, അത് ആൾക്കാരുടെ ഇടയിൽ ഭയങ്കരമായിട്ട് റിപ്പിൾസ് ഉണ്ടാക്കിയ ഒരു പടമാണ് അറ്റൻഷൻ പ്ലീസ്. അത് പിന്നീട് അപ്പം അത് കാർത്തിക് സാറ് കണ്ടിട്ട് പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് പുള്ളി പടം മേടിച്ചു. അത് പുള്ളിയാണത് റിലീസ് ചെയ്യാൻ നെറ്റ്ഫ്ലിക്സിൽ കൊണ്ടുവരികയൊക്കെ ചെയ്തത്. അപ്പം ആദ്യമായിട്ടാണ് പുള്ളി അവർ ആക്ച്വലി അതൊരു റീമേക്ക് ചെയ്യാമെന്നൊക്കെ ഉള്ള ഒരു പ്ലാനിലാണ് അവരത് എടുക്കുന്നത്. പക്ഷെ അത് പിന്നീട് അവർക്ക് ചർച്ചയിൽ അത് റീമേക്ക് ചെയ്യണം, നമുക്ക് ഇങ്ങനെ തന്നെ ഇറക്കാം എന്നുള്ളൊരു പ്ലാനിലാണ് അത് ഇറങ്ങുന്നത്. ഇറങ്ങിക്കഴിഞ്ഞാൽ അത് ഭയങ്കര ഡിസ്കഷനും ഒക്കെ ആയി. അൽഫോൺസ് പുത്രനൊക്കെ നല്ല രീതിയിൽ പിന്നെ സത്യം അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പൊ അങ്ങനെ ആ പടം എടുത്തു കഴിഞ്ഞപ്പോൾ കാർത്തിക് സാർ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ, എനിക്ക് പുള്ളിയുടെ അടുത്ത പടത്തിൽ നല്ല റോള് തരികയും അതിന്റെ ഡയറക്ടറിന് അടുത്ത പടം പ്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുകയും ചെയ്തു. അതാണ് രേഖ എന്ന് പറയുന്ന സിനിമ. വിൻസിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ പടം. അപ്പൊ അത് രേഖയിലും ചെറിയൊരു റോൾ, ഡോക്ടർ ആയിട്ടുള്ള ഒരു പരിപാടി. അപ്പൊ അത് ജിതിന്റെ പടമായതുകൊണ്ട്, ജിതിൻ നമുക്ക് വളരെ അടുത്ത ആളായതുകൊണ്ട് അതിൽ പോയി ചെയ്തതാണ് അങ്ങനെ ഒരു സാധനം. അപ്പൊ ആ സിനിമ കൊണ്ട് താടിയില്ല, മീശയില്ല, അതൊരു മുസ്ലിം ഡോക്ടർ എന്നുള്ള ഒരു കൺസെപ്റ്റിലുള്ള ഒരു പരിപാടി. അല്ല പിന്നെ അറ്റൻഷൻ പ്ലീസ് കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ നമുക്ക് കുറച്ച് സെൽഫ് എക്സ്പെരിമെന്റ് പരിപാടികൾ പിടിക്കാം എന്നുള്ള രീതിയിൽ വേറെ ക്യാരക്ടേഴ്സിന്റെ ഇതൊക്കെ അങ്ങനെയൊക്കെയാണ് അതിൽ അങ്ങനെ ഒരു സാധനമൊക്കെ വന്നു. അങ്ങനെ അപ്പൊ അതുകൊണ്ട് തന്നെ പഴയ കോമഡി റോളുകൾ ഇല്ലാണ്ടായി. അങ്ങനെ ഒരു ഫേസിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് സജീവമായി ഇപ്പൊ പഴയ പോലത്തെ റോളുകൾ ഇല്ല എനിക്ക്. ഇപ്പം നമ്പർ ഓഫ് പടങ്ങൾ കുറഞ്ഞു. നമ്മളത് നോക്കിയാണ് അങ്ങനത്തെ പരിപാടികളൊക്കെ വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാനിപ്പം ഈ ക്യാരക്ടർ റോളുകൾ എന്നുള്ളൊരു ഇതിലേക്ക് മാറാം എന്നുള്ളൊരു, അങ്ങനെ നമ്മൾ മാറിയിട്ട് കാര്യമില്ല, നമ്മളെ വിളിക്കണ്ടേ. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് ചെയ്ത് പിടിക്കും. ഇപ്പൊ ബൾട്ടിയിലൊക്കെ അങ്ങനത്തെ ഒരു സാധനമാണ് ചെയ്തത്, ഭാര്യയും കുട്ടിയൊക്കെ ഉണ്ട്. അത് സെൽവരാഘവൻ സാറിന്റെ കൂടെയാണ് ഇങ്ങനത്തെ ഒരു സീനാണെന്ന് എന്റെ അടുത്ത് പറഞ്ഞത്. പക്ഷെ ഞാൻ ഈ സെൽവരാഘവന്റെ ഭയങ്കര ഫാൻ ആയതുകൊണ്ട് ഞാൻ പറയാം അതൊന്നും പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ നമ്മളങ്ങനെ ചെയ്ത് ആ സീൻ ഭയങ്കര ആ പടത്തിൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സീനാണ്. ആ സീനിൽ നിന്നാണ് പടത്തിന്റെ പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. അത്രയും നല്ലൊരാളിങ്ങനെ സംസാരിക്കുന്ന ആള് കാണുമ്പോ ഭാര്യയുടെയും കുട്ടിയുടെയും ഫ്രണ്ടില്ല. അതെ. അപ്പൊ അത് ന്യൂഡായിട്ട് അഭിനയിക്കുന്നത് ഒരു നമുക്ക് നാടകത്തിന്റെ ഒരു ട്രെയിനിങ് ഒക്കെ ഉള്ളത് കൊണ്ട് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. കാരണം നമ്മൾ ഈ നാടകത്തിൽ ബാക്ക് സ്റ്റേജിലൊക്കെ നമ്മൾ തന്നെ നമ്മുടെ ഡ്രസ്സ് മാറുന്നതൊക്കെ, ചുറ്റും അപ്പുറത്തൊക്കെ ആൾക്കാരൊക്കെ ഉണ്ടാവും. പിന്നെ കുറെ നാടകം ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഇൻഹിബിഷൻസ് ഒക്കെ മാറും. ബോഡി ഒരു ടൂളാണെന്നുള്ളൊരു പരിപാടിയിലേക്കൊക്കെ മാറും. പിന്നെ നമുക്ക് ഷോട്ടിന്റെ അല്ലാത്ത സമയത്ത് നമുക്ക് ഡ്രസ്സൊക്കെ ഇട്ട് നിൽക്കാം. പക്ഷെ ഷോട്ടിന് വേണ്ടിയിട്ട് നമ്മൾ ഡ്രസ്സൊക്കെ ഊരി കളഞ്ഞ് പിന്നെ നമുക്ക് ഇന്നേഴ്സ് ഇടാം, സ്കിൻ കളറിന്റെ ഒരു ഇന്നറൊക്കെ ഇടുകയൊക്കെ ചെയ്യാം. പക്ഷെ അത് മാത്രം ഇട്ടുകൊണ്ട് അഭിനയിക്കണം, അതാണ് വേറൊരു ഇത്. ആൾക്കാർ കുറച്ചായിരിക്കും ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും. സാധാരണ സിനിമ സെറ്റിൽ തന്നെയുള്ള അല്ല, നമ്മൾ ആ സീനിനെ എങ്ങനെ എടുക്കുന്നു എന്നുള്ളതിലാണ് കാര്യം ഇരിക്കുന്നത്. നമ്മൾ അതേ സമയത്ത് സെറ്റിൽ ആരും പാടില്ല, എനിക്ക് നാണമാണ്, എല്ലാവരും ഇറക്കി വിടാൻ പറഞ്ഞാൽ എല്ലാവരും ഇറങ്ങി പോകും. നമ്മൾ ഭയങ്കര ബോൾഡായിട്ട് നിൽക്കുകയും ഇതായിട്ട് നിന്ന് കഴിഞ്ഞാൽ അവർക്കൊരു പ്രശ്നമുള്ളത് സിനിമയല്ലേ ചെയ്യുന്നത് നമ്മള്. അപ്പൊ അങ്ങനെ ഒരു ഇതായതുകൊണ്ട് പിന്നെ അങ്ങനെ നമ്മളിപ്പം എന്തേറെ ആൾക്കാര് പെണ്ണുങ്ങൾ ഇപ്പൊ ഖനി ഇതിന്റെ അകത്ത് ബിരിയാണിയിൽ ലൂടായിട്ട് അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പോ അങ്ങനെ ഒരു ഇതല്ലല്ലോ. അതല്ല, അത് നമ്മൾ എങ്ങനെ അതിനെ കാണുന്നു എന്നുള്ളതിലാണ്. അത് അങ്ങനെ മറച്ചു വെക്കേണ്ട കാര്യം തന്നെയാണ്. നമ്മളിപ്പം ഈ എന്താ പറയാ വരക്കുന്ന സമയത്ത് ഒരു ആർട്ട് മാത്രമാണ്. അതെ, അതെന്താ സംഭവം എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഈ സ്കൂൾ ഓഫ് ഡ്രാമയിലൊക്കെ നമ്മൾ തിയേറ്റർ ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട്
നമ്മുടെ ബോഡി നമുക്കൊരു ടൂളാണെന്നുള്ള ഒരു സാധനം വരും. അപ്പം നമ്മൾ ഈ ശരീരഭാഗങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചലിപ്പിച്ചിട്ടാണല്ലോ നമ്മൾ അഭിനയിക്കുന്നത്. അപ്പം നമ്മൾ പ്രിസർവ് ചെയ്യേണ്ടതും നമ്മൾ അതിനൊരു ടൂളായിട്ട് കണക്കാക്കുക എന്നുള്ളൊരു ബേസിക് സാധനങ്ങളുണ്ട്. അപ്പം അത് പിടിക്കുക എന്നുള്ളത് നമ്മുടെ ഇതിൽ നമ്മൾ നാടകം ചെയ്തു വരുമ്പോഴത്തേനും നമുക്ക് ആ ഒരു സാധനം പോകും. അപ്പോൾ അതുകൊണ്ട് ഇപ്പം നമുക്ക് റോട്ടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കോസ്റ്റ്യൂം തന്നിട്ട് മാറാൻ വേണ്ടി പറഞ്ഞാൽ എനിക്ക് ക്യാരവാനിൽ പോകേണ്ട ആവശ്യമോ ഒന്നുമില്ല. അവിടെ വെച്ച് തന്നെ നമുക്ക് ഷർട്ട് ഊരിട്ട് നമ്മൾ എൻ്റെ ബെയർ ബോഡിയിലെ കാണുന്നത് ബെയർ ബോഡി ആയിട്ട് ഇപ്പം നമ്മൾ ഒരു പിച്ചക്കാരൻ്റെ സീൻ അഭിനയിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ബെയർ ബോഡി ആയിട്ട് തന്നെ അഭിനയിക്കണം. അങ്ങനെ ഒരു പരിപാടിയാണ്. അപ്പോൾ അങ്ങനെ അതേസമയത്ത് എൻ്റെ അടുത്ത് കംപ്ലീറ്റ്ലി ഇന്നറോട് ഇല്ലാതെ അഭിനയിക്കണം എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ചിലപ്പോൾ ഞാൻ ഇൻഹിബിറ്റഡ് പോയാനെ. എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടായി പോയി. അപ്പോൾ അവർ പറഞ്ഞാൽ എല്ലാ വിഷയവും ഇതിലിങ്ങനെ ഉണ്ട്, ഒരു സ്കിൻ കളർ ആയിട്ടുള്ള ഒരു ടൈറ്റ്സ് പോലത്തെ ഒരു സാധനം ഉണ്ട്, അങ്ങനെയാണ് ഷോട്ടിൻ്റെ സമയത്ത് മാത്രമാണ് ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞാൽ കുഴപ്പമില്ല അങ്ങനെ. അതേ സമയത്ത് ചിലപ്പം തന്മാത്ര എന്ന് പറയുന്ന സിനിമയിൽ ലാലേട്ടൻ ന്യൂഡായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അത് സിനിമയിലില്ല, അത് യൂട്യൂബിൽ നോക്കിയാൽ കാണാം. അത് ആ സിനിമയിൽ അത്രത്തോളം ഇമ്പോർട്ടൻ്റ്. അൽഷിമേഴ്സ് വന്നിട്ട് പുള്ളി ഒരു പല്ലിനെ ഇങ്ങനെ നോക്കി പോകുന്ന ഒരു സീനുണ്ട്. അത് ആ സിനിമയിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സീനാണ്. പക്ഷെ അത് സെൻസർ ബോർഡ് ന്യൂഡ് ആയതുകൊണ്ട് കട്ട് ചെയ്ത് കളഞ്ഞ. ലാലേട്ടൻ ചെയ്തിട്ടുണ്ട് എത്ര ആൾക്കാർ, കരുമാടി കുട്ടനില് മണിച്ചേട്ടൻ ചെയ്തിട്ടുണ്ട്, കമലഹാസൻ സാർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ അത് വേറൊരു ടൈപ്പ് ഓഫ് നമ്മുടെ ഒരു മൈൻഡ് സെറ്റിന്റെ ഒരു പ്രത്യേകത. നമ്മളത് എങ്ങനെ അതിനെ കാണുന്നു എന്നുള്ളതിലാണ് കാര്യം ഇരിക്കുന്നത്. അപ്പൊ ഇത് സെൽവരാമന്റെ പടം, ഭയങ്കര ബിഗ് ബഡ്ജറ്റ് പടം, ഷെയ്ന്റെ പടം, അതിൽ ചെയ്യാന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ സെൽവരാമന്റെ കൂടെ ഉള്ളൊരു പേര് അയാളെ ലാസ്റ്റ് ന്യൂഡാക്കുന്നുണ്ട് പടത്തിൽ, ക്ലൈമാക്സിൽ ന്യൂഡാക്കുന്നുണ്ട്. അതെ. അപ്പം പിന്നെ ഞാൻ ആസ് ആൻ ആക്ടർ എനിക്കത് വെല്ലുവിളിയൊന്നും അല്ല, അത് നമ്മുടെ പണി ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ അകത്ത് ഏറ്റവും ഇതായിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് ഞാൻ അങ്ങ് ചെയ്തു. എനിക്ക് വലിയ ഇതൊന്നും ഇല്ലായിരുന്നു. പക്ഷെ അത് തിയേറ്ററിൽ വന്നപ്പോഴത്തേനും അത് ഭയങ്കരമായിട്ട് വർക്കാവുകയും കുറേ ആൾക്കാർ കാണുകയും വിളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എടാ അത് എങ്ങനെ ചെയ്തു, ഞാനാണ് എനിക്കൊരിക്കലും ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല, നീ അത് ചെയ്തല്ലോ എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ ഇങ്ങനെ വിളിക്കുകയൊക്കെ ചെയ്യണം. അപ്പം നമ്മൾ നമ്മുടെ ബൗണ്ടറി പുഷ് ചെയ്യുന്നതിൻ്റെ ഒരു ഭാഗമാണത്. അപ്പൊ നേരത്തെ ഞാൻ ചോദിക്കാൻ വിട്ടുപോയതാണ് രേഖയിൽ ഡയലോഗ് ഒന്നും ഇല്ലെങ്കിൽ കൂടി ആ വേഷം എന്തുകൊണ്ടാണ് ഇഷ്ടപ്പെട്ടത്? അത് ജിതിന്റെ പടം ആയതുകൊണ്ടാണ്. കാരണം അവസാന റൈറ്റർ ജിതിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. ജിതിൻ ഐസക് തോമസ് എന്ന എൻ്റെ ഡയറക്ടർ. അപ്പൊ ജിതിൻ അതിൻ്റെ അകത്ത് എഴുതുന്ന ചെറിയ ക്യാരക്ടറാണല്ലോ അതിനൊരു USB ഉണ്ടാവും, എന്തെങ്കിലും ഒരു പരിപാടി ഡെപ്ത് ഉണ്ടാവും. ചെറിയ ക്യാരക്ടറാണല്ലോ, അങ്ങനെ അവൻ എഴുതുള്ളൂ. അവൻ പ്രോപ്പർ സ്ക്രീൻ പ്ലേ റൈറ്റിംഗ് ഒക്കെ പഠിച്ച് അതിനുവേണ്ടി പണിയൊക്കെ എടുത്ത് റിസർച്ച് ഒക്കെ ചെയ്യുന്ന ആളാണ് അവൻ. അപ്പം അതുകൊണ്ട് അതിനൊരു വാല്യൂ ഉണ്ടാവും എന്നുള്ളൊരു ഇതെനിക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് അവൻ എൻ്റെ അടുത്ത് പറഞ്ഞ വിഷയമാണ്, നിങ്ങൾക്ക് ചെയ്യാനുള്ളതൊന്നും ഇല്ല, നിങ്ങൾ വരണ്ട, നമുക്ക് വേറൊരു നല്ല സാധനം ചെയ്യാം പ്ലീസ് എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ നിൻ്റെ പടത്തിൽ എനിക്ക് ചെറിയ പരിപാടികളുള്ളൂ, എനിക്ക് വേണമെന്ന് പറഞ്ഞ് ഞാൻ വാശി പിടിച്ചിട്ടാണ് ഞാനത് എടുത്തത്. അപ്പം എനിക്ക് എന്നിട്ട് ജിതിനെ എന്നിട്ട് പറഞ്ഞ് പക്ഷേ ആകെപ്പാടെ ഒരു 5-6 ക്യാരക്ടേഴ്സേ ഉള്ളൂ, അതിന് നിങ്ങൾക്ക് ചെയ്യാനുള്ള 2 ഉള്ളൂ. ഒന്ന് ഒരു ഡോക്ടറിൻ്റെ റോളുണ്ട്, പിന്നെ ഒന്ന് ലാസ്റ്റ് വരുന്നൊരു പോലീസുകാരനുണ്ട്, ഇവിടെ അടുത്ത് ചോദ്യം ചെയ്യുന്ന ഒരു പോലീസുകാരൻ. അതിൽ പോലീസുകാരൻ്റെ ഒരു ഡയലോഗ് ഉണ്ട്, നിങ്ങൾ അത് ചെയ്തു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ സ്ക്രിപ്റ്റ് വായിച്ചപ്പം എനിക്ക് അതിലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഈ ഡോക്ടറിന്റെ സാധനമാണ്. പക്ഷെ ആ വരുന്ന ഒരു സീനിന്റെ ഇമ്പോർട്ടൻസ് ഉണ്ട്, ഇവർക്ക് ഭയങ്കര മെന്റലി ബ്രേക്ക് ഡൗൺ ആയിട്ട് നിൽക്കുന്ന സമയത്ത് വരുന്നൊരു ഡോക്ടറൊക്കെയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് വിഷയം ഇതിന് ഡയലോഗ് ഒന്നും ഇല്ലല്ലോ. ഞാൻ പറയണേ എന്തായാലും ഇത് ഗസ്റ്റ് റോളാണ്, അപ്പം അതിൽ നമ്മൾ ഡയലോഗ് ഇല്ലാതെ അതിനെ എങ്ങനെ വേഴ്സറ്റൈലായിട്ട് പിടിക്കുന്നതിലാണല്ലോ കാര്യം. അപ്പം ഞാൻ ഇത് ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഒരുമിച്ച് ഡിസ്കസ് ചെയ്താണ് അതിന്റെ ലുക്ക് അങ്ങനെ ആക്കാം, ഇങ്ങനത്തെ താടി മാത്രം വെച്ചിട്ട് ചെയ്യാം, അവളെ ലുക്ക് വെച്ചിട്ട് പറഞ്ഞോന്ന് മാത്രമേ ഡയലോഗ്. പക്ഷെ അത് നമുക്ക് ഭയങ്കര ക്രീപ്പിയാണ്, അത് പേടിയോ ആ സീനൊക്കെ കാണുമ്പോഴത്തേനും ഇയാൾ ഈ പെങ്കൊച്ചിനെ എന്തെങ്കിലും ചെയ്യുമോ എന്നൊക്കെ ഉള്ളൊരു തോന്നൽ വരും. എൻ്റെ അനിയത്തിയൊക്കെ കണ്ടിട്ട് ഏടോ എന്തോ അത് അറ്റൻഷൻ പ്ലേസിനേക്കാൾ പേടിയായി പോയല്ലോ എന്നൊക്കെ പറയുന്നത്. പിന്നെ ഉണ്ട്, അതെ. അപ്പൊ അങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നു. അപ്പൊ അതുണ്ടാക്കുക എന്നുള്ളതാണ്, നമുക്ക് എങ്ങനെ വ്യത്യസ്തമായ എന്തെങ്കിലുമൊക്കെ ഒന്ന് ട്രൈ ചെയ്യാം എന്നുള്ളതാണ്. ഇതൊരു എക്സ്പെരിമെന്റ് പരിപാടിയാണല്ലോ, ചിലതൊക്കെ പാളിപ്പോവും ചിലതൊക്കെ വർക്കാവും എന്നുള്ളൊരു സാധനമാണ്. അപ്പൊ ഇത് അങ്ങനെ ചെയ്ത് നോക്കിയ ഒരു സാധനമാണ്, അത് വർക്കായി എന്നുള്ളത്. ഇപ്പൊ ആ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് ട്രോളൊക്കെ വരും, മറ്റേ ഈ ഫുട്ബോളിന്റെ മീമൊക്കെ ഇറങ്ങും. അതെ, ട്രോളില് മീമൊക്കെ വരാറുണ്ട്, മീം ഒരു എലമെന്റ് ആയിട്ട് ആ ഫോട്ടോ യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ അത് കാണുന്ന ഒരു സന്തോഷം. ഇന്ന് നമുക്ക് മെക്സിക്കൻ അപാരതയിലേക്ക് വരാം. മെക്സിക്കൻ അപാരത കേരളത്തിലെ എന്താ പറയുക ക്യാമ്പസുകളിലൊക്കെ ഒരു വിപ്ലവം തീർത്തൊരു സിനിമ തന്നെയായിരുന്നു. ആ സിനിമയിലെ ഒരു മുഴുനീള വേഷമാണ്, നല്ല കോമഡിയാണ്. അപ്പൊ ആ സിനിമയാണ് ബ്രേക്ക് തന്നത്. മെക്സിക്കൻ അപാരതയിലേക്ക് എങ്ങനെയാ എത്തുന്നത്? മെക്സിക്കൻ ഞാൻ എത്തുന്നത് ഇപ്പൊ നമ്മുടെ അതിന്റെ ഡയറക്ടർ ടോം ഇമ്മട്ടി എന്ന് പറഞ്ഞ ഡയറക്ടർ, പുള്ളിയുടെ അസിസ്റ്റന്റ് ആയിരുന്നു ഞാൻ. പുള്ളിക്ക് ഒരു ആഡ് ഏജൻസി ഉണ്ടായിരുന്നു, ഇമ്മട്ടി ക്രിയേഷൻസ് എന്ന് പറഞ്ഞിട്ട്. അപ്പം അതിൽ പുള്ളിയുടെ കൂടെ അസിസ്റ്റ് ചെയ്യുക പരിപാടിയൊക്കെ ആയിരുന്നു ഒരു കാലഘട്ടങ്ങളിൽ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന എൻ്റെ സർവൈവൽ പോയിന്റ്. അപ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ടോമേട്ടൻ മെക്സിക്കൻ അപാരത ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് അതിൻ്റെ അകത്ത് ഞാൻ ചെയ്തിരുന്ന ക്യാരക്ടർ പോലെ ടോമേട്ടൻ ഒരു ഫ്രണ്ട് ഉണ്ട്, ജോമി എന്ന് പറഞ്ഞ ശരിക്കും 5 പെങ്ങന്മാരൊക്കെയുള്ള റിയൽ ക്യാരക്ടർ ഉണ്ട്. പുള്ളി ഇപ്പോൾ സയൻറ്റിസ്റ്റ് ഒക്കെയാണ്. അപ്പോൾ ആ ജോമി എന്ന് പറഞ്ഞൊരു ക്യാരക്ടറിനെ എഴുതിയത് ടോമേട്ടൻ അയാളെ മനസ്സിൽ വെച്ചിട്ടാണ്.
അപ്പോൾ ഈ ജോമിനെ പോലെയാണ് ഞാൻ ഇരിക്കുന്നത്. അങ്ങനെ തടിയൊക്കെ ഉള്ള ഒരാളും അങ്ങനെ ചേച്ചിമാരൊക്കെ ഉള്ള ആളാണ് ജോമി. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞാൽ ജോമിയെ പോലെ നീ നിൽക്കുന്നത്, നീ ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ ജോമി ആക്ച്വലി ഞാനപ്പോൾ ആ സമയത്ത് അസിസ്റ്റ് അല്ല. അപ്പം ഞാൻ പറഞ്ഞു ടോമേട്ട ഞാൻ അഭിനയിക്കുന്നില്ല, അസിസ്റ്റ് ചെയ്യാം, കാരണം നിങ്ങളുടെ ആദ്യത്തെ പടമാണല്ലോ, അപ്പോൾ അതാണ് അങ്ങനെ ചെയ്യാം. ടോമേട്ട നീ അസിസ്റ്റ് ചെയ്യണ്ടോ, നീ ഇത് ചെയ്താൽ മതി എന്ന് പറഞ്ഞ് എന്നെ അങ്ങനെ ആണ് ഈ ക്യാരക്ടർ ചെയ്യുന്നത്. പിന്നെ അത് ആ സിനിമയുടെ ഒരു പ്രോസസ്സിൽ ആ ക്യാരക്ടർ ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറായി വരികയും എൻ്റെ മീറ്ററും ആ പടത്തിൻ്റെ ക്യാരക്ടറിൻ്റെ മീറ്ററും ഒക്കെ ആയിട്ട് ഭയങ്കര സെറ്റാവുകയും ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടുകയും അങ്ങനെ സീൻ്റെ എണ്ണം കൂടി അങ്ങനെയാണ് ആ പടത്തിൽ വരുന്നത്. പിന്നെ ആ പടം ഭയങ്കരമായിട്ട് ചർച്ചയായതുകൊണ്ട് ഈ പറയുന്ന പോലെ പിന്നീട് അത് ഇറങ്ങുന്ന സമയത്ത് ഭയങ്കര വിപ്ലവകരമായ ഇതുകൊണ്ട് അത് ഭയങ്കര ഹിറ്റൊക്കെ ആയതുകൊണ്ട് ആ ക്യാരക്ടർ ശ്രദ്ധിക്കപ്പെട്ടു. അങ്ങനെയാണ് ഒരു ബ്രേക്കായി പിന്നീട് വേറെ അവസരങ്ങൾ കിട്ടുന്നത്. ഇപ്പൊ അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളൊക്കെ അറിഞ്ഞിരുന്നു. അതെ അതെ അറിഞ്ഞിരുന്നു, കാണുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ അത് SFI അല്ല, അത് SFI ആണ് ആ സിനിമയിൽ ഭയങ്കരമായിട്ട് ബൂസ്റ്റ് ചെയ്ത് കാണിക്കുന്നത്. ശരിക്കും 2010 30 വർഷം നീണ്ടു നിന്ന ഒരു SFIയുടെ ആ ഒരു യൂണിയൻ ഭരണം അവസാനിപ്പിച്ച് KSU പാനലിൽ വിജയിച്ച ജിനോ ജോണിന്റെ കഥയാണ് സിനിമ. പക്ഷെ അതൊരു എന്താ ട്വിസ്റ്റഡ് വേർഷനിലാണ് അത് കാണിച്ചത്. അത് SFI ആണ് വിജയിച്ചെന്നുള്ള രീതിയിൽ. അപ്പോ ശരിക്കും പറഞ്ഞാൽ എന്നോട് വിശ്വാസവഞ്ചന കാട്ടി എന്നൊക്കെ പറഞ്ഞ് ജിനോ ജോൺ പ്രതികരിച്ചായിരുന്നു. നിങ്ങൾക്ക് അറിയാമായിരുന്നു അത് ജിനോ ജോണിന്റെ സിനിമ? ആക്ച്വലി ഞാൻ ടോമേട്ടന്റെ വേർഷനും കണ്ടിരുന്നു, ജിനോയുടെ ഇന്റർവ്യൂ, രണ്ടുപേരുടെ ഇന്റർവ്യൂ കണ്ടു. എല്ലാരും എനിക്ക് അയച്ചു തരുമല്ലോ. അതെ. അപ്പൊ ഇത് ഞാൻ ടോമേന്റെ കൂടെ ജോയിൻ ചെയ്യുന്ന സമയത്ത് ടോമേട്ടൻ എന്നെക്കാളും മുമ്പ് പരിചയമുള്ള രണ്ടുപേരാണ് രൂപേഷ് ഏട്ടനും ജിനോ ജോണും. ടോമേന്റെ വീട്ടിൽ താമസിക്കുകയും ടോമേട്ടൻ ഈ സിനിമയ്ക്ക് മുമ്പ് ജിനോനെ വെച്ച് ഷോർട്ട് ഫിലിം ചെയ്യുകയും അങ്ങനെ ഇവര് എന്നെക്കാളും മുമ്പ് സൗഹൃദത്തിലുള്ള ആൾക്കാരാണ് ജിനോയും ടോമേട്ടനും. രൂപേഷ് ഏട്ടനെ ടോമേട്ടൻ അസിസ്റ്റ് ചെയ്യുകയും ടൊബി ആയിട്ടുള്ള കണക്ഷനും ഒക്കെ രൂപേഷ് ഏട്ടൻ വഴിയാണ്. രൂപേഷ് ഏട്ടൻ ആ സിനിമയിൽ അഭിനയിക്കാൻ വരുന്നതൊക്കെ എനിക്ക് രൂപേഷ് ഏട്ടൻ അതിനു മുമ്പ് ഞങ്ങളുടെ നാടക ടീം വഴി രൂപേഷ് ഏട്ടനായിട്ട് പരിചയപ്പെടുകയും രൂപേഷ് ഏട്ടൻ എനിക്ക് വൺ ഓഫ് ദ ഇഷ്ടപ്പെട്ട ഭയങ്കര ഡയറക്ടർ എന്നുള്ള ഒരാൾ എന്നുള്ള രീതിയിലാണ്. അപ്പോൾ രൂപേഷ് ഏട്ടനോട് അഭിനയിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരു സന്തോഷമുണ്ട്. അപ്പോൾ ഇവരൊക്കെ അതിന് മുമ്പ് ഞാൻ വരുന്നതിന് മുമ്പേ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. ഞാൻ ഈ പടത്തിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് മെക്സിക്കൻ അപാരത എന്ന് പറഞ്ഞൊരു സ്ക്രിപ്റ്റ് ഉണ്ട്. അപ്പോൾ ഈ സ്ക്രിപ്റ്റ് വിനീത് ശ്രീനിവാസനാണ് അതിന് ടൈറ്റിൽ ഇട്ടത്. ഇത് ജൂഡ് ആന്റണി എന്ന് പറഞ്ഞ ആടെ നിന്ന് മേടിക്കുകയൊക്കെ ചെയ്തതാണ്. അതായിരുന്നില്ല നമ്മള് കഥ ഉണ്ടാക്കിയത്. അത് നമ്മുടെ പടത്തിന്റെ പൂജയുടെ സമയത്ത് സ്ക്രിപ്റ്റ് ബൈ ജൂഡ് ആന്റണിയാണ്. പിന്നീട് പുള്ളി മാറുകയൊക്കെ ചെയ്തതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നീടാണ് ഇത് മഹാരാജന്റെ കഥയായി മാറുകയൊക്കെ ചെയ്യുന്നത്. ഇതൊക്കെ ടോമേട്ടനും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എനിക്ക് ഇതിൻ്റെ അകത്ത് ഫീൽ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ രണ്ടുപേര് പറയുന്നതിൻ്റെ അകത്തും ഈക്വൽ ആയിട്ടുള്ള ന്യായമുണ്ട്. കാരണം ടോമേട്ടൻ പറയുന്ന ഒരു ന്യായം എന്ന് പറഞ്ഞാൽ ഇത് എല്ലാ ക്യാമ്പസുകളിലും നടക്കുന്ന കഥയാണ്. അതായത് XFI ഇതൊന്നല്ലാതെ ഒരു അണ്ടർഡോഗ് ആയിട്ട് നിന്നിരുന്ന ഒരാൾ പ്രസന്റ് സിസ്റ്റത്തിനെ ചോദ്യം ചെയ്ത് മുന്നിൽ വന്ന് സക്സസ്ഫുൾ ആവാന്ന് പറയുന്ന എല്ലാ ക്യാമ്പസുകളിലും എല്ലാ സ്ഥലത്തും നടക്കുന്നതും ഭയങ്കര വർക്കബിൾ ആയിട്ടുള്ള ഒരു ഫോർമുലയാണത്. 30 വർഷത്തെ ഒരു അതെ 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 അതെ. അപ്പൊ അങ്ങനത്തെ ഒരു സാധനമാണ് ടോമേട്ടൻ പറയുന്നത്. അതുപോലെ ഒരു ലൈഫ് മഹാരാഷ്ട്രയിൽ ഉണ്ടായിരുന്നു. അതിനു മുമ്പേ ഈ സിനിമയുടെ കഥ അങ്ങനെയായിരുന്നാണ് ടോമേട്ടൻ പറയുന്നത്. ഞാൻ വരുമ്പം ആ സിനിമയുടെ കഥ അങ്ങനെ തന്നെയാണ്. ഇത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ജിനോ നമ്മുടെ കൂടെ ഉള്ളതും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കഥയാണ്. ജിനോ അവിടെ, കാരണം ജിനോ ആ സിനിമയ്ക്ക് വേണ്ടി നിന്നതും ഇതിന്റെ പെർമിഷൻസ് എടുക്കാനായിട്ട് കൂടെ നിന്നതും ഒക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. ജിനോയും ഞാനും ഒക്കെ ടോമേന്റെ വീട്ടിൽ താമസിച്ചിരിക്കുന്ന സമയമാണ്. ആ സമയത്ത് ഞങ്ങളുടെ ഒരുമിച്ചുള്ള യാത്രകളിലൊക്കെ ജിനോ ഇതിനെപ്പറ്റി പറയുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ ഒരിക്കൽ പോലും എൻ്റെ കഥയാണ് ഇതിൻ്റെ അകത്ത് മാറ്റിയിട്ടേക്കുന്നതെന്നുള്ളത് ജിനോ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. എൻ്റെ കഥയാണ് ഈ എടുത്ത് മാറ്റി ആദ്യം മുതൽ ഈ കഥ ഉണ്ടാക്കിയേക്കുന്നത് എന്നുള്ളത് എൻ്റെ അടുത്ത് ജിനോ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല. പക്ഷെ ജിനോ പറയുന്നത് അത് ഞാൻ ടോമിന് വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ പടം കഴിഞ്ഞിട്ട് ഒരു പത്രസമ്മേളനത്തിൽ വിജയിച്ചിരുന്നത്. അല്ല, അതിൽ സംശയമൊന്നുമില്ല, കേസ് തന്നെയാണ് വിജയിച്ചത്. എല്ലാവർക്കും അറിയാവുന്നതാണ്, ഡോക്യുമെന്റഡ് ആയിരുന്നു. അപ്പൊ ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കഥ തന്നെയായിരുന്നു. ജിനോ ജയിച്ചതും ജിനോ അവിടെ KSU ഭരണമായിട്ട് ജനിച്ചതും പരിപാടിയെല്ലാം, പിന്നെ അവിടുത്തെ ഇലക്ഷന്റെ സെറ്റപ്പുകളും ഒക്കെ ജിനോയും ജിനോയുടെ ഫ്രണ്ട്സും എല്ലാവരും കൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുത്തിട്ടാണ് അങ്ങനെ തന്നെ അത് ഷൂട്ട് ചെയ്തത്. പക്ഷെ ഈ കാര്യം എനിക്കറിയില്ല. പത്രസമ്മേളനം നടത്തിയില്ല, നടത്താമെന്ന് ടോമേൻ എഗ്രി ചെയ്ത കാര്യം എനിക്കറിയില്ല. എനിക്കല്ല, അത് എൻ്റെ അടുത്ത് പറയേണ്ട ആവശ്യമില്ല. ജിനോയുടെ കഥയിൽ നിന്ന് ഇൻസ്പയർ ചെയ്തിട്ടാണോ ഈ കഥ ഉണ്ടാക്കിയെന്നുള്ള കാര്യം എനിക്കറിയില്ല. കാരണം ഞാൻ വരുമ്പോൾ ഈ കഥ ഉണ്ട്, ജിനോയുടെ കഥ അവിടെ ഉണ്ട്. അപ്പൊ എനിക്ക് വേണേ ആലോചിക്കാം ജിനോയുടെ കഥ. പക്ഷെ ടോമേട്ടൻ പറയുന്നത് ആദ്യം ഈ കഥ അങ്ങനെ ആയിരുന്നു, അത് ജിനോയുടെ കഥ അവിടെ നടന്നതുകൊണ്ട് നമുക്ക് വേണം അതുമായിട്ട് കണക്ട് ചെയ്യാം. പക്ഷെ ആദ്യമേ ഇതുപോലെ തന്നെ ക്രൈസ്റ്റ് കോളേജിലെ ഒരാളിങ്ങനെ വരുന്നു, അവിടുന്ന് ലോക്കലായിട്ട് നിന്ന് മത്സരിച്ചിട്ട് അയാൾ ജയിക്കുന്നു എന്നുള്ളതായിരുന്നു. മഹാരാഷ്ട്രയിലേക്ക് മാറ്റിയപ്പോൾ അത് SFI ആയി. ഇത്രയേ ഉള്ളൂ അതിൻ്റെ അത്. പക്ഷെ അത് ജിനോയുടെ ഒരു ഹിസ്റ്ററി അവിടെ ഉള്ളത് കൊണ്ട് അതുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക്
അതുമായിട്ട് വേണം വിചാരിക്കാൻ എന്നുള്ള ആ പറയുന്നത്. കഥക്ക് വേണ്ടി എന്നോട് സൗഹൃദം നടിച്ചു, എന്നെ കരുവാക്കി എന്നൊക്കെയാണ് അതെനിക്ക് അതെനിക്ക് കാരണം എന്നെ സംബന്ധിച്ച് ഭയങ്കര സങ്കടം ഉണ്ടാക്കുന്ന ആളാണ്. കാരണം ഇവരെയൊക്കെ ഭയങ്കര പേഴ്സണലി എനിക്ക് അറിയുകയും ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണെന്ന് എനിക്ക് വളരെ നന്നായിട്ട് അറിയാവുന്ന ആളാണ് ഞാൻ. അപ്പം എൻ്റെ അടുത്ത് ടോമേറ്റർ അങ്ങനെ വിശ്വാസവഞ്ചന കാണിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിയില്ല എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. എനിക്കറിയില്ല എന്ന് പറഞ്ഞ് ടോമേറ്റർ ഒരിക്കലും വിശ്വാസവഞ്ചന കാണിക്കില്ല എന്ന് പ്രതീക്ഷിക്കുന്ന ആളോ, കാരണം മനുഷ്യനാണ്, അവരുടെ നിലനിൽപ്പാണ്, എനിക്കറിയില്ല അതിനെപ്പറ്റി. എൻ്റെ അടുത്ത് വിശ്വാസവഞ്ചന ഇതുവരെ കാണിച്ചിട്ടില്ല, ഇനി കാണിക്കാതിരിക്കട്ടെ ഒന്നും എനിക്കറിയില്ല. പക്ഷെ ജിനോ ഭയങ്കര ഉള്ളിൽ തട്ടിയാണ് പറഞ്ഞത് എൻ്റെ അടുത്ത് വിശ്വാസവഞ്ചന. അപ്പൊ എനിക്ക് 15,000 രൂപയ്ക്ക് പൈസക്ക് വേണ്ടിയല്ല ഇദ്ദേഹം ആദ്യം ഒരു സിനിമ ചെയ്യട്ടെ, എന്റെ കഥയൊന്നും ചെയ്യട്ടെ, ഭയങ്കര വിഷമത്തോടു കൂടിയാണ് പറഞ്ഞത്. ഞാൻ ജിനോയുടെ ഇന്റർവ്യൂ കണ്ടതിൽ ജിനോ ഒരു സ്ഥലത്ത് പോലും ജിനോ കള്ളം പറയുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എനിക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. പക്ഷെ എനിക്ക് അറിയാത്ത കാര്യം ഉണ്ടെന്ന് പറഞ്ഞത് ഇതാണ്, ഈ പത്രസമ്മേളനം നടത്താമെന്ന് പറഞ്ഞതും ജിനോയുടെ കഥ എടുത്തിട്ടാണ് ഇത് ചെയ്തേക്കുന്നതും വിശ്വാസവഞ്ചന കാണിച്ചതെന്നും പറയുന്നത് എനിക്കറിയില്ല. ശരിക്കും അതിലെ ടൊവിനോ ഞാനാണ് അല്ല, അത് നമുക്ക് ഈ കഥയായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ തന്നെ സംഭവിക്കണം. ഇപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ മഹാരാജ് കോളേജിലുള്ള ഏതോ ഒരു SFIയിലെ ഒരാൾ വന്നിട്ട്, SFIയിലോ ആരോ ഒരാൾ വന്നിട്ട് ഒരു ഇന്റർവ്യൂ കൊടുത്തതിന്റെ ചെറിയ ഭാഗങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അത് പുള്ളി അത് പണ്ട് 90s ഒക്കെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു, KSU ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ചെയ്തിരുന്നത്. അപ്പൊ ആ കഥയാണ് ഈ കഥ എന്നൊക്കെ പറഞ്ഞത്. ഇതൊന്നും അതിനെപ്പറ്റി എനിക്ക് ശരിക്കും നമ്മൾ ആ സിനിമ കാണുമ്പോൾ മനസ്സിലാവും KSUവിനെ ജിനോ ജോൺ ഭയങ്കര നെഗറ്റീവായിട്ടാണ് കാണിച്ചേക്കുന്നത്. ഇപ്പം രൂപേഷ് പീതാംബരൻ ആ ചേട്ടൻ അങ്ങനെ ഒരു പ്രസ്താവന നടത്തിയപ്പോഴാണ് ഇതിങ്ങനെ അതിനെതിരെ ടോമി മെട്ടി വന്നതും അങ്ങനെ ഒരു ചർച്ചയായതും. ശരിക്കും അതിനുശേഷമാണ് ജിനോ ചേട്ടൻ അറിയുന്നത് ടോമി മെട്ടി എന്നോട് ഒരു വിശ്വാസവഞ്ചന കാണിച്ചു എന്നൊക്കെ പറയുന്നത്. അതിൽ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ പ്രൊഡ്യൂസർമാരെ SFI വിജയിക്കുക എന്നുണ്ടെങ്കിൽ മാത്രമേ പ്രൊഡ്യൂസേഴ്സ് റെഡി ആയിട്ടുള്ളൂ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കൺവിൻസ് ചെയ്തിട്ടാണ് ഈ കഥ ഒരു ട്വിസ്റ്റഡ് വേർഷൻ ആക്കിയതെന്നാണ് രൂപേഷേട്ടൻ പറഞ്ഞിരിക്കുന്നത്. ഞാനത് കണ്ടിരുന്നു. അല്ല, ഞാൻ പറഞ്ഞല്ലോ ആ ഡിസ്കഷൻ ഒക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ വരുന്നത് ഇതിൻ്റെ അത്. ഇപ്പം ബേസിക്കലി ഇപ്പൊ രൂപേഷേട്ടനും ടോമേട്ടനും തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ അവർ തമ്മിലുള്ള ചർച്ച ഞാൻ അറിയണമെന്നില്ല. കാരണം ഇവര് ജിനോയും ഇവരെല്ലാം, കാരണം ആ സിനിമ മെക്സിക്കൻ്റെ ഏറ്റവും വലിയ വിജയം ഞാൻ മനസ്സിലാക്കുന്നത് അത് അൾട്ടിമേറ്റ്ലി ഗംഭീര മേക്കിങ്ങോ അല്ലെങ്കിൽ അതിൻ്റെ കഥ ഫ്രഷ് ആയതുകൊണ്ടൊന്നുമല്ല. ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് പ്രവർത്തിച്ചിരുന്ന ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്നു. എല്ലാവർക്കും എന്തേലും പ്രൂവ് ചെയ്യണം. ഇപ്പൊ ടൊവി ആണെങ്കിലും ഗപ്പി കഴിഞ്ഞിട്ട് ടൊവിക്ക് പ്രൂവ് ചെയ്യണം ആസ് ആൻ ഇൻഡിപെൻഡന്റ് ആക്ടർ, ഹീറോ മെറ്റീരിയൽ എനിക്കിവിടെ മാർക്കറ്റ് ഉണ്ടെന്ന് പ്രൂവ് ചെയ്യണമായിരുന്നു. നീരജ് കോമഡി ചെയ്തുകൊണ്ടിരിക്കുന്ന എൻ്റെ ഇപ്പോഴത്തെ ഫേസിലായിരുന്നു നീരജ് ഉണ്ടായിരുന്നത്. പണ്ട് കോമഡി എന്നല്ലാതെ എനിക്ക് ക്യാരക്ടർ റോളുകൾ ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് നീരജ് അതിൻ്റെ അകത്ത് ആ ക്യാരക്ടർ ചെയ്തത്. രൂപേഷ് ഏട്ടൻ എന്ന് പറയുന്നത്, രൂപേഷ് ഏട്ടൻ ഡയറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പുള്ളി പണ്ട് അഭിനയിച്ച് വെച്ചിരുന്ന കൾട്ടായിട്ടുള്ള സാധനം പോലെ എനിക്ക് ഇനിയും ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞത് ഉള്ളൊരു പവറിലാണ് രൂപേഷ് ഏട്ടൻ വന്നത്. രൂപേഷ് ഏട്ടൻ്റെ അസിസ്റ്റൻ്റ് ആയിട്ടുള്ള ടോമിൻ്റെ പടം ഗംഭീരമാക്കണം എന്ന് പറഞ്ഞ് രൂപേഷ് ഏട്ടൻ അതിന് ഇതായിട്ട് നിന്നതും, അതിൻ്റെ പ്രൊഡ്യൂസർ പുള്ളി ആദ്യമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന പടം അടിപൊളിയായിരിക്കണമെന്ന് പറഞ്ഞ് പുള്ളി കൂടെ നിന്നതും, എല്ലാവരും എന്തേലും പുതിയതായിട്ട് പ്രൂവ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കിയെടുത്തിരുന്ന ഒരു പടമാണത്. ജിനോ പോലും ടോമേൻ്റെ കൂടെ ഒക്കെ നിന്നത് എൻ്റെ അതിൻ്റെ ജിനോ പറയുന്നുണ്ട്, എൻ്റെ കൂട്ടുകാരൻ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ആണ് അത് ചെയ്തത് എന്നാണ് പറയുന്നത്. പക്ഷെ ഞാനത് കണ്ടിട്ടുള്ള, കാരണം നമ്മളൊക്കെ അത്രത്തോളം ആ സിനിമയുടെ കൂടെ നിന്നിട്ടുള്ളതാണ്. അങ്ങനെയാണ് ആ അത്ര ആൾക്കാരുടെ പോസിറ്റിവിറ്റിയാണ് ആ സിനിമയുടെ ഇതായിട്ട് റിഫ്ലക്ട് ചെയ്തത്. പക്ഷെ പിന്നീടുള്ള ഇതിൽ നമ്മളെല്ലാവരും സിനിമ ഇറക്കി കഴിഞ്ഞ് നമ്മളെല്ലാവരും നമ്മുടെ രീതിയിൽ ബിസി ആയിപ്പോയി. എനിക്ക് പിന്നീട് സിനിമകൾ വരുന്നുണ്ടായിരുന്നു, മറ്റേ ജിനോയുടെ പരിപാടിയിൽ. അപ്പം നമ്മളെല്ലാവരും തമ്മിലുള്ള കണക്ഷൻ പോയായിരുന്നു. നമ്മളെല്ലാവരും ഇൻഡിപെൻഡൻ്റ്ലി ബിസി ആയതുകൊണ്ട് രൂപേഷായിട്ട് ഞാനും തമ്മിലുള്ള കണക്ഷൻ കുറച്ച് നാളുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ തിരക്കിലായതുകൊണ്ടും പിന്നീട് വിളിക്കാത്തതുകൊണ്ടാണെന്ന് പറഞ്ഞാൽ പിന്നെ ആ കണക്ഷൻ അങ്ങ് പോയി. ജിനോനെ ഞാൻ ഇടയ്ക്ക് മീറ്റ് ചെയ്യലൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നല്ല സൗഹൃദത്തിലാണ് ഇപ്പോഴും അങ്ങനെ ഉണ്ടായിരുന്നത്. പക്ഷെ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു ഞാനൊന്നും അറിയാതെ പോയൊരു ഭയങ്കര ഒരു വിശ്വാസവഞ്ചന ഉണ്ടായിരുന്നു എന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ശരിക്കും പറഞ്ഞാൽ ടോമി മെട്ടി പറയേണ്ടതായിരുന്നു അല്ലേ ഒരുപാട്. അല്ല, എനിക്ക് അങ്ങനെ ആയിരുന്നുണ്ടെങ്കിൽ പറയേണ്ടതായിരുന്നു. അത് എന്താണ് അത് അവിടെ അങ്ങനെ എനിക്ക് ഒരിക്കലും അങ്ങനെ ടോമേട്ടനെ കുറ്റപ്പെടുത്തിയിട്ട്, ഇപ്പൊ ടോമേട്ടനും അതിൻ്റെതായ പുള്ളിയുടെ ന്യായങ്ങൾ ഉണ്ടാവും. അപ്പം നമുക്ക് ഒരിക്കലും അങ്ങനെ ടോമേട്ടനെ എനിക്ക് കുറ്റപ്പെടുത്തി എന്താ ടോമേട്ട അങ്ങനെ ചെയ്യാമായിരുന്നു എന്ന് എനിക്ക് ചോദിക്കാനും പറ്റില്ല. കാരണം ആ സമയത്ത് ഞാൻ പുള്ളിയുടെ കൂടെ ഉണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞാലോ ടോമേട്ട അത് ചെയ്യണമെന്നോ അല്ല ചെയ്യണ്ടായിരുന്നോ എനിക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ അല്ലാത്ത ഒരാൾ ഞാൻ പിന്നീട് വന്നിട്ട് അയാളത് ചെയ്ത് ശരിയായില്ല എന്ന് പറയുന്നതിൽ ഒരു കാര്യമില്ല. അപ്പം അതുകൊണ്ട് രണ്ടുപേരുടെ ഇതിലും ഭയങ്കര കൺഫ്യൂഷൻസ് ഉണ്ട്. അത് മാറ്റി മെക്സിക്കൻ പോലെ വീണ്ടും ഒരു സിനിമ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ആ സൗഹൃദം കോപ്പപ്പ്, കാരണം നമുക്ക് പറഞ്ഞു തീർക്കാൻ പറ്റാത്തതായ ഒരു
പിന്നീട് അദ്ദേഹം അത് ബുദ്ധിമുട്ടുകളൊന്നും ചെയ്യാൻ തീരുമാനിച്ചത് പിന്നെ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് പോയി അതെ 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 അങ്ങനെ SFI വിജയിക്കുന്ന ഒരുപാട് സിനിമകളുണ്ട്. KSU വിജയിക്കുന്ന ഒരു സിനിമയാണ് അതൊരു വേറെ ലെവലായത്. അതെ 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 അത് പക്ഷെ ആരും ഏറ്റെടുക്കില്ല, ക്യാമ്പസുകളിലും പ്രൊഡ്യൂസേഴ്സ് ഏറ്റെടുക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ സിനിമ മാറ്റിയത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ അങ്ങനെ ഒരു സിനിമാറ്റിക് വിജയത്തിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഒരു യഥാർത്ഥ സംഭവം വളച്ചൊടിച്ചിട്ട് സിനിമാറ്റിക് വിജയത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്നത് ശരിയാണോ? അല്ല അങ്ങനെ നമ്മൾ അതിനെ അത് സിനിമാറ്റിക് വേർഷനിൽ ആ ഒരു വിജയത്തിന് വേണ്ടിയിട്ട് അല്ല അത് എനിക്ക് അതിൻ്റെ അകത്ത് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മെക്സിക്കൻ ഭാരത എങ്ങും ബേസ്ഡ് ഓൺ എ ട്രൂ സ്റ്റോറി എന്ന് എഴുതി കാണിച്ചിട്ടൊന്നുമില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ ഒറിജിനലി ഒരു കഥ എടുത്തിട്ട് ബേസ്ഡ് ഓൺ എ ട്രൂ സ്റ്റോറി എന്ന് പറഞ്ഞിട്ട് വേറെ പരിപാടികൾ ചെയ്യുന്ന സിനിമയിൽ നടക്കുന്നതാണ്. അതിനാണ് നമ്മൾ പ്രൊപ്പഗാൻഡ സിനിമ എന്ന് പറയുന്നത്. ഇപ്പോൾ പ്രൊപ്പഗാൻഡ സിനിമകൾ ഇറങ്ങുമ്പോൾ ഇപ്പോൾ ഏത് സിനിമകൾ ഇറങ്ങിയാലും നമുക്കറിയാവുന്നതാണ്. ഇപ്പം കഴിഞ്ഞ കൊല്ലത്ത് നാഷണൽ അവാർഡ് കിട്ടിയ സിനിമകൾ പോലെ എല്ലാ സിനിമകളിലും പ്രൊപ്പഗാൻഡ സിനിമകളിൽ നമ്മൾ റിയൽ കാര്യങ്ങളല്ല ഒരു പറയുന്നത്. അപ്പം അത് സിനിമയിൽ നടക്കുന്നതാണ്. സിനിമ ചർച്ച ചെയ്യാൻ വേണ്ടി അതിൻ്റെ ഇതിന് വേണ്ടിയിട്ടും എന്താണോ ആ സിനിമ ഉദ്ദേശിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ആൾക്കാർ ചെയ്യുന്നതാണത്. അപ്പോൾ അതുകൊണ്ട് റിയൽ ഇൻസിഡൻറ്റ് എടുത്തിട്ട് അതിനെ വളച്ചൊടുക്കുക നമ്മുടെ ഹിസ്റ്ററി അങ്ങനെയാണല്ലോ. നമ്മുടെ സിനിമ മാത്രമല്ല നമ്മുടെ ഹ്യൂമൻ ഹിസ്റ്ററി അങ്ങനെയാണ്. പണ്ട് എഴുത്തും വായന അറിയാവുന്നവൻ മാത്രമായിരുന്നു ഹിസ്റ്ററി രേഖപ്പെടുത്തിയിരുന്നുള്ളൂ. അപ്പം അതുകൊണ്ട് അവനായിരുന്നു തോറ്റിരുന്നെങ്കിലും അവൻ എഴുതുന്നത് ഞാനായിരുന്നു വില്ലാളി വീരൻ എന്നുള്ള രീതിയിൽ അവൻ എഴുതി വെക്കുള്ളൂ. പിന്നീട് നമ്മൾ വായിക്കാൻ നേരത്ത് പണ്ടത്തെ ഇവരായിരുന്നു കിടിലം എന്നുള്ള രീതിയിൽ വായിക്കുന്നത്. അതേസമയത്ത് അടിച്ചമർത്തപ്പെട്ട വിദ്യാഭ്യാസ എഴുതി വെക്കാൻ ഡോക്യുമെന്റഡ് അല്ലാത്ത ആൾക്കാർ എത്രയോ ഹീറോയ്ക്ക് ആയിട്ടുള്ള മൊമെന്റ്സുകൾ നടന്നിട്ടുണ്ട്. അതൊന്നും ആരും എഴുതി വെക്കില്ല. ഹിസ്റ്ററികളൊന്നും വളച്ചടിക്കപ്പെട്ട് തന്നെയാണ് ഉണ്ടായില്ല. അത് സിനിമയിൽ ഉണ്ടാകുന്നതിൽ വലിയ അത്ഭുതങ്ങളൊന്നുമില്ല. പിന്നെ അത് മാത്രമല്ല ഞാൻ ക്യാമ്പസിലൊക്കെ ഉണ്ടായിരിക്കുന്ന സമയത്ത് നമ്മുടെ ഈ വിപ്ലവത്തിന് ഉണ്ടാവുന്ന ഈ ഇൻസ്പിറേഷൻ ഉണ്ട്. അത് ലിറ്ററലി SFIക്ക് ഉള്ളതാണ്. അത് സിനിമയിലും യൂസ് ചെയ്തിട്ടുള്ളതാണ്. പറഞ്ഞതുപോലെ കിട്ടുന്നതെന്ന് തോന്നിയിട്ടുണ്ട് ആ ഒരു. അല്ല അത് നമ്മൾ എന്താണെന്നറിയോ, അത് നമ്മൾ തിരിച്ച് ചെയ്യാത്ത കൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ജിനോ അതിന് മുന്നിട്ട് ഇറങ്ങിയതാണ്. ജിനോ ആക്ച്വലി KSUവിന്റെ കഥ പറയാൻ വേണ്ടി ജിനോ ബ്ലൂ ഇസ് ദ വാമസ്റ്റ് കളർ എന്ന് പറഞ്ഞിട്ട് ഒരു പടം പ്ലാൻ ചെയ്യുകയും ഇതിന് ശേഷമാണ് അത് പുള്ളിക്ക് അങ്ങനെ ഒരു ബിട്രയൽ ഉണ്ടായെന്ന് മനസ്സിലായിട്ട് പുള്ളി അത് ഒരു രീതി ചെയ്യാന്നൊക്കെ ഉള്ളത്. എനിക്ക് ജിനോ അങ്ങനെ ഒരു പടം പ്ലാൻ ചെയ്ത് എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ ഇങ്ങനെ ഇവർ തമ്മിലുള്ള ഈ ഇന്റേണൽ കോൾഡ് വാർ നടക്കുന്ന കാര്യം എനിക്ക് അറിയുപോലില്ലായിരുന്നു. കാരണം ഞങ്ങൾ പിന്നീട് ഒരിക്കൽ ടോമേട്ടനും ഞാനും ജിനോയും ഒക്കെ ഒരിക്കൽ ഒരു സിനിമയുടെ സെറ്റ് വെച്ച് കാണുകയൊക്കെ ചെയ്തിട്ടുള്ള. അപ്പോഴും എനിക്കറിയില്ലായിരുന്നു ഇവർ തമ്മിൽ ഇങ്ങനെ ഒരു കോൾഡ് വാർ ഉള്ള കാര്യം നമുക്ക് അറിയില്ലല്ലോ. സത്യം നമുക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ KSUവിന്റെ വിജയമാണ്. അല്ല അത് ഞാൻ അപ്പോഴും എനിക്ക് ടോമേട്ടൻ പറയുന്ന കാര്യമാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇങ്ങനെ ഒരു കഥ എല്ലായിടത്തും നടന്നിട്ടുണ്ട്. അതിന് നടന്ന ഒരു കഥയാണ് ടോമേട്ടൻ എടുത്തത്. ഇങ്ങനെ ഒരു കഥ എറണാകുളത്ത് നടന്നിട്ടുണ്ട്. അപ്പൊ ആ കഥ ഈ കഥയാണെന്ന് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ മഹാരാജൻ ഷൂട്ട് ചെയ്തത് കൊണ്ട് അവിടെ മഹാരാജൻ ജിനോയുടെ കഥ നടന്നുകൊണ്ട് അതെങ്ങനെയാണ് ഞാൻ ക്രൈസ്റ്റിൽ എഴുതിയ കഥയായിട്ട് കണക്ട് ആവുന്നതാണ് ടോമേട്ടൻ ചോദിക്കുന്നത്. അപ്പൊ അത് ശരിയല്ലേ? അത് ജിനോ പറയുന്നത് മഹാരാഷ്ട്രയിൽ ആ പടം വന്നതും അത് എൻ്റെ അടുത്ത് വന്ന് പെർമിഷൻ വാങ്ങിച്ചിട്ടാണ് ടോമേട്ടൻ ചെയ്തേടാ നിന്റെ കഥ ഞാൻ എടുക്കുകയാണെന്ന് വന്ന് പറയുകയും പിന്നീട് പത്രസമ്മേളനത്തിൽ അത് ചെയ്യാന്ന് പറയുകയും നീ എൻ്റെ കൂടെ നിൽക്കണമെന്ന് പറയുകയൊക്കെ ചെയ്തിട്ട് ചെയ്തതെന്നാണ് ജിനോ പറയുന്നത്. ഇത് എനിക്കറിയില്ല, പ്രൂഫ് ഒന്നിലുമില്ല. അവർ തമ്മിലുള്ള വാക്കിന്റെ പുറത്താണ് നിൽക്കുന്നത്. അപ്പൊ ഇത് അറിയാത്തടത്തോളം നമ്മൾ ഇതിൻ്റെ അകത്ത് രൂപേഷ് ചേട്ടൻ പറയുന്നത് ശരിയാണ്. കാരണം രൂപേഷ് ചേട്ടൻ പറയുന്നത് പ്രൊഡ്യൂസർ വന്നതും ഇവർ വന്നതും എല്ലാം ആ സമയത്തെ മഹാരാഷ്ട്രയിലെ SFI പരിപാടി എന്നൊക്കെ ഉള്ളതും ഇവരെല്ലാവരും കള്ളം പറയുന്നില്ല, എല്ലാവരും ശരിയാണ് പറയുന്നത്. പക്ഷെ ഇതിൻ്റെ അകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള മിസ്അണ്ടർസ്റ്റാൻഡിങ്ങുകൾ ഭയങ്കരമായിട്ടുണ്ട്. എന്തിനാണ് അവരത് ചെയ്തത്, എന്തിനാണ് അതവർ വേണ്ട. ഇപ്പം ഞാൻ പറഞ്ഞപ്പോൾ രൂപേഷ് ചേട്ടൻ പറയുന്നുണ്ട് ഇതിനു വേണ്ടി ഞാനാണ് പറഞ്ഞത്, എന്നാൽ പിന്നെ ഇത് തിരിച്ചിട്ട് വന്നു. എന്തിനാണ് രൂപേഷ് ചേട്ടൻ അത് പറഞ്ഞത്? രൂപേഷ് ചേട്ടൻ എടാ അത് മോശമാണ് കേട്ടാ, യു ഹാവ് ടു സ്റ്റിക്ക് ഓൺ ദ ഹിസ്റ്ററി. രൂപേഷേട്ടൻ അങ്ങനെ പറയായിരുന്നില്ല. പക്ഷെ രൂപേഷേട്ടൻ പറഞ്ഞില്ല. എന്തുകൊണ്ടാണ് രൂപേഷേട്ടൻ പറഞ്ഞത്? രൂപേഷേട്ടൻ്റെ അസിസ്റ്റന്റ് ആയിട്ടുള്ള ടോമിന്റെ അല്ലെങ്കിൽ രൂപേഷന് ഇഷ്ടമുള്ള ഒരാടെ പടം നന്നായിട്ട് വർക്കാവാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത് സിനിമാറ്റിക് ലിബർട്ടിയിൽ മാറ്റാം എന്നുള്ള രീതിയിൽ രൂപേഷേട്ടൻ പറഞ്ഞ. അല്ല രൂപേഷേട്ടൻ എന്താ KSUക്കാർ മോശമാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തത്. അപ്പൊ എല്ലാവരും അവരുടെ ശരികൾക്ക് വേണ്ടി നിൽക്കുകയും KSU പ്രവർത്തകർ ഒരുപാട് ജിനോ ചേട്ടന് എതിരായിരുന്നു ആ സമയത്ത്. പക്ഷെ എന്നിട്ടും സുഹൃത്തിന്റെ വിജയത്തിന് വേണ്ടിയിട്ട് കൂടെ നിന്നൊരാളാണ്. അതെ അതെ എനിക്കത് ഭയങ്കരമായിട്ട് പിന്നീട് ഈ ജിനോ 2-3 ഇന്റർവ്യൂസിൽ ഇരുന്ന് കരയുകയൊക്കെ ചെയ്തിട്ട് അവൻ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. കാരണം ഞാനിങ്ങനെ കണക്ട് ചെയ്തു, ആ സമയത്ത് അപ്പോൾ അവൻ ഇതിലൂടെ ആയിരുന്നില്ല കടന്നു പോയിക്കൊണ്ടിരുന്നത്, പക്ഷെ അതെങ്ങനെയായിരുന്നില്ല എങ്ങനെയായിരുന്നില്ല എന്ന് എനിക്ക് അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നത്. ഇപ്പുറത്ത് ടോമേട്ടനെ ഞാനിപ്പോൾ ടോമേട്ടൻ്റെ അവസാനത്തെ പെരുന്നാൾ എന്ന് പറഞ്ഞ സിനിമയിലും ഞാൻ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടോമേട്ടനെ നമ്മൾ കാണുക, ടോമേട്ടൻ ഇപ്പോഴും അടുത്ത പടം ചെയ്യാൻ വേണ്ടിയുള്ള സ്ട്രഗിളിലും ബുദ്ധിമുട്ടുകളിലൊക്കെ ടോമേട്ടൻ കടന്നുപോയി. അപ്പം ഇങ്ങനെ എന്താണ് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായത്, അത് പറഞ്ഞു തീർക്കാൻ മേലായിരുന്നോ എന്നുള്ളൊരു സാധനം നേരത്തെ അറിയാമെന്ന് ഞാൻ ചോദിച്ചേനെ. പക്ഷേ എന്തൊക്കെയോ
ഇതുകൊണ്ട് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ എല്ലാരും അറിഞ്ഞു, അറിയാത്തവരറിഞ്ഞു. എല്ലാവരും അറിഞ്ഞു. അല്ല, ഇതിലെ വേറൊരു കാര്യം, ഇത് അന്നേ അറിയായിരുന്നു കേട്ടോ. കാരണം ഞാൻ പണ്ട് കോളേജിൽ അല്ല സിനിമ കഴിഞ്ഞ സമയത്ത് നമ്മുടെ അടുത്ത് ഇങ്ങനെ ചോദിക്കുമായിരുന്നു, ചേട്ടാ ഇത് മഹാരാഷ്ട്ര നടന്ന കഥയില്ലേ? അപ്പൊ ഞാൻ പറയാം, മഹാരാഷ്ട്രയിൽ ഇതുപോലൊരു കഥ നടന്നിട്ടുണ്ട്, അത് ജിനോ എന്ന് പറഞ്ഞാൽ അതിൽ അഭിനയിച്ച പയ്യല്ല. ഞാൻ അങ്ങനെ പറയാറുണ്ടായിരുന്നു, അങ്ങനെയാണ് ഇങ്ങനെയാണ്, നിങ്ങൾക്ക് ഇത് അതാണ് എടുത്തെങ്കിൽ നിങ്ങൾ അങ്ങനെ നമ്മളങ്ങനെ നമ്മളൊരു പടം ചെയ്തിട്ട് ഞാൻ ഇതാ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞ് നടക്കുന്നതാണ് ഏറ്റവും വലിയ മണ്ടത്തരം. ആൾക്കാര് വിലയിരുത്തട്ടെ, ഞാൻ ഇതാണോ ഉദ്ദേശിച്ചത്, എന്താണോ ഉദ്ദേശിച്ചത്. കാരണം നമ്മളൊരു ആർട്ട് ഉണ്ടാക്കി ഒരാൾക്കാർക്ക് കൊടുക്കാൻ നേരത്ത് പിന്നെ അവരാണ് അതിന് ഇന്റർപ്രിട്ടേഷൻ ഒക്കെ ചെയ്യുന്നത്. ആസ് എ മേക്കർ നമ്മൾ പിന്നെ മിണ്ടാതിരിക്കാം, മറ്റേ നമ്മ പേസ കൂടാതെ നമ്മ പടം താൻ പേസണം എന്ന് പറയുന്നതാണ് പരിപാടി. സിനിമ സംസാരിക്കട്ടെ, അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങോട്ട് ടേക്ക് ഓവർ ചെയ്ത് പോക്കോട്ടെ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ജിനോയുടെയും ടോമിന്റെ ഒക്കെ കാര്യത്തിൽ ഈ പറയുന്ന ആ കോൾഡ് വാർ മാറട്ടെ. കാരണം ഇതിന്റെ ഇടയ്ക്ക് നമ്മൾ സിനിമ എന്ന് പറഞ്ഞൊരു സാധനം ആണല്ലോ ഇതിന്റെ അകത്തൊക്കെ എഫക്ട് ചെയ്യുന്നത്. അങ്ങനെ ആഘോഷിക്കപ്പെട്ട ഒരു സിനിമയിൽ ഇങ്ങനെ ഒരു ഇത് ഉണ്ടായിരുന്നു, ഇപ്പൊ ഇങ്ങനെയൊക്കെ. അതെ അതെ അതെ, അതിപ്പോ ആഘോഷിക്കപ്പെട്ട സിനിമ അല്ലെങ്കിലും ആ സിനിമ എന്ന് പറഞ്ഞ ഒരു ആർട്ടിന് വേണ്ടിയിട്ടാണല്ലോ നമ്മളെല്ലാരും നിന്നതും നമ്മളെല്ലാരും ഇപ്പൊ ചീത്ത വിളിക്കുന്നതൊക്കെ അതിന് വേണ്ടിയിട്ടാണല്ലോ. അപ്പൊ നമ്മൾ അത് മറന്നു പോകുന്നു എന്നുള്ള ഒരു ഭയങ്കര ഒരു ന്യൂട്രൽ ആയിട്ടുള്ള ഒരു ഇതിൽ നിൽക്കുകയാണ് ഞാൻ. അങ്ങനെ എനിക്കിപ്പോഴത്തെ ഒരു അവസ്ഥയിൽ എനിക്ക് അങ്ങനെ ഭാവം പിടിക്കാൻ പറ്റുന്നില്ല. കാരണം ഞാൻ ഭയങ്കര അജ്ഞനാണ് ആ ഒരു ഇതില്. അതിലാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. എല്ലാം മാറട്ടെ, അതാണ് എന്റെ ഒരു പ്രതീക്ഷ. ചാലക്കുടിക്കാരൻ ചങ്ങാതി, പ്രേമസൂത്രം, ഈ രണ്ട് സിനിമയിലും നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രമായിരുന്നു. പ്രേമസൂത്രത്തില് തവളക്കണ്ണൻ എന്ന് പറഞ്ഞിട്ട് അത് പക്ഷെ ഒരു കൗമാരത്തിന്റെ ആ ഒരു സമയത്തുള്ള ഒരു വില്ലനാണ്. ചാലക്കുടിക്കാരൻ ചങ്ങാതിനാണ് കലാമണി ചേട്ടനെ കൊല്ലുന്ന ഒരാളാണ്. ഈ രണ്ട് വില്ലനെ കുറിച്ച് ഒന്ന് പറയുകയാണെങ്കിൽ, ഈ രണ്ട് വില്ലനിലും എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം എന്ന് പറഞ്ഞാൽ എന്നെ പിക്ക് ചെയ്തെടുത്താണ് രണ്ട് ഡയറക്ടേഴ്സും. നീ ഇത് ചെയ്യണം, വിഷ്ണുവിന് ഇത് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞ് പിക്ക് ചെയ്ത് കിട്ടിയ റോളാണത്. അല്ലാതെ വേറെ റെക്കമെൻഡേഷൻ വഴിയോ അല്ലെങ്കിൽ ഞാൻ ചാൻസ് ചോദിക്കുകയോ എന്നൊന്നും അല്ലാതെ വിഷ്ണു ഇത് ചെയ്യണം, നീ അല്ലാതെ ഇത് ചെയ്യാൻ വേറെ ആളില്ല എന്നുള്ള ലെവലിൽ എന്നെ പിക്ക് ചെയ്തെടുത്ത ആണ് രണ്ട് ഡയറക്ടേഴ്സ്. ഒന്ന് ജിജു അശോകനും വിനയൻ സാറും. രണ്ടുപേരും എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള ഡയറക്ടേഴ്സാണ് രണ്ടുപേരും. ജിജു ചേട്ടൻ്റെ ഉറുമ്പുകൾ ഉറങ്ങാതെല്ല ഒക്കെ എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള പടമാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പുള്ളി ചെയ്യുന്ന പടത്തിൽ എന്നെ ഇങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞാൽ നിന്റെ കണ്ണ് ഭയങ്കര ഇതായിട്ടുള്ള കാര്യമാണ്, അപ്പോൾ അതിൽ ഈ ക്യാരക്ടർ അങ്ങനെയാണ്, പിന്നെ നിനക്ക് കോമഡി മാത്രമല്ല നിനക്ക് വില്ലൻ ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ടാണ് എന്നെ കൊണ്ട് പ്രേമസൂത്രം ചെയ്യുന്നത്. അത് ഞാൻ ഏറ്റവും പീക്ക് കോമഡി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്നെ പിടിച്ച് ഇതിലേക്ക് കൊണ്ടുവരുന്നത്. അത് എന്നെ സംബന്ധിച്ച് അസൻ ആർട്ടിസ്റ്റ് ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമായിരുന്നു. പക്ഷെ ആ പടം ഭയങ്കരമായിട്ട് വർക്കായില്ല. അതിന്റെ പേഴ്സണലി ഭയങ്കര സങ്കടമുണ്ട്. ഞാൻ ചെയ്ത കുറേ സീനുകളും അതിൽ നിന്ന് പോയി. അപ്പോൾ അതിൻ്റെ ഒരു സങ്കടമൊക്കെ ഉണ്ട്. പക്ഷെ അത് പാർട്ട് ഓഫ് ദ ഗെയിം, അങ്ങനെ ഒരു പരിപാടിയാണ്. ചാലക്കുടിക്കാരൻ ചെയ്യുന്ന സമയത്ത് ഞാൻ സാറിൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, സാറേ ഇങ്ങനെ ഒരു റോള് ഞാൻ ചെയ്യണോ, ഇത് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ലൈഫ് ഉണ്ടാവുമോ, എനിക്ക് പേടിയാണ് എങ്ങനെ എടുക്കുന്നത്. പിന്നെ അത് മാത്രമല്ല ഇത്രയും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയില്ല, കാരണം ക്ലൈമാക്സിലൊക്കെ ഈ ക്യാരക്ടറാണ് ഡ്രൈവ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഒരു ക്യാരക്ടറായിട്ട് ഞാൻ ഇപ്പോഴേ ചെയ്യണോ സാറേ, എൻ്റെ കരിയർ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ചെയ്യണോ, എനിക്കിത് ചെയ്യാൻ പറ്റുമോ, ഞാൻ ചെയ്ത ഇത് വർക്കാവുമോ, കുറച്ചുകൂടെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരാളെ ചെയ്യിക്കാൻ പോരെ എന്നൊക്കെ ഞാൻ സാറിൻ്റെ അടുത്ത് ചോദിച്ചിട്ടില്ല. പക്ഷേ സാറാണ് പറഞ്ഞത്, എടാ നീ ചെയ്താലേ ഇത് വർക്കാവുള്ളൂ, കാരണം നിന്നെ ഒരിക്കലും പ്രതീക്ഷിക്കില്ല, നിനക്ക് ഈ പറയുന്ന വില്ലനായിട്ട് സ്വിച്ച് ചെയ്യാനും എന്നാൽ നിന്നിൽ ഒരു എമ്പതി ക്രിയേറ്റ് ചെയ്യുകയും നിന്റെ ലുക്കിൽ അതുണ്ട്, അതുകൊണ്ട് അത് നമുക്ക് വർക്ക് ചെയ്യണം, അതുകൊണ്ട് നീ ഇത് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം തന്നെ ഞാൻ ഉറപ്പിച്ച് ഇത് വേറെ ആര് ചെയ്തിട്ടും ഞാനിത് ചെയ്യും എന്നുള്ളൊരു പരിപാടി. പക്ഷെ ഇത് അവരുടെ ജഡ്ജ്മെന്റ് കറക്റ്റ് ആയതുകൊണ്ട് അത് പിന്നീട് അത് വർക്കായി. അതിൻ്റെ ഒരു ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു. കാരണം ചാലക്കുടിക്കാരൻ ചങ്ങാതി ഇറങ്ങിക്കഴിഞ്ഞിട്ട് പിന്നെ കരിയർ ഉണ്ടാവില്ല എന്നും തിയേറ്ററിന്റെ ഭാഗത്തേക്കും അല്ല മണിച്ചേട്ടന് ഇഷ്ടമുള്ള ആൾക്കാരെ എന്നെ പിടിച്ചിടിക്കും എന്നൊക്കെ വിചാരിച്ചിരുന്ന ആളാണ് ഞാൻ. കാരണം നമ്മൾ ഈ സീരിയൽ ആർട്ടിസ്റ്റുകളൊക്കെ പറയുന്നത് കേട്ടില്ല, ട്രെയിനിലൊക്കെ പോകുമ്പോഴൊക്കെ അമ്മമാരൊക്കെ ഒന്ന് അടിക്കുക ഒരു നീന്തൊരു സാധനമാണെന്നൊക്കെ പറയുന്നൊക്കെ. പക്ഷെ മണിച്ചേട്ടൻ എന്ന് പറഞ്ഞ ആൾ അങ്ങനെയല്ല. സീരിയലിൽ പിന്നെ നമ്മൾ സീരിയൽ കാണുന്ന ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ക്യാരക്ടേഴ്സാന്ന് വിചാരിക്കാം. മണിച്ചേട്ടൻ അങ്ങനെയല്ല, മണിച്ചേട്ടൻ ഈസ് റിയൽ. അതിപ്പോഴും അതൊരു ഹിമോ ആയിട്ട് ഇപ്പോഴും ആൾക്കാരുടെ ഇടയിൽ നിൽക്കുകയാണ്. ആ മനുഷ്യനും ആ മനുഷ്യൻ്റെ ഓർമ്മയും പാട്ടുകളും ഒക്കെ നിൽക്കുക. ആ മനുഷ്യൻ്റെ റിയൽ ലൈഫ് ബേസ്ഡ് ഓൺ എ ട്രൂ സ്റ്റോറി എന്ന് പറയുന്ന കഥയിൽ വരുന്ന പരിപാടിയിൽ ഇത് വരികയാണ്, ഇയാളെ കൊല്ലുന്നതെന്ന് പറഞ്ഞൊരു സാധനം വരിക. അപ്പം അതിനെ എങ്ങനെ ആൾക്കാർ എടുക്കും എന്നുള്ള ഭയങ്കര പേടിയുണ്ടായിരുന്നു. പക്ഷെ സാറ് പറഞ്ഞ സാറാണ് അത് വർക്കായത്. ഈ എമ്പതിയും അയാൾക്ക് ലൈഫിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നവും എന്നുള്ള രീതിയിൽ അയാൾ അറിയാതെ ചെയ്തു പോയത് വെച്ചത് കൊണ്ട് ആ ക്യാരക്ടർ അങ്ങനെ ആയതുകൊണ്ട് പിന്നീട് ഞാൻ പുറത്തൊക്കെ ഷൂട്ടിന് പോകുമ്പോഴും അല്ല പുറത്തെന്ന് പറഞ്ഞാൽ സാധാരണക്കാരുടെ ഇടയിലേക്ക് നമ്മളിപ്പോൾ മറ്റേ ഷൂട്ട് ചെയ്യുമ്പോഴും അല്ല യാത്ര ചെയ്യുമ്പോഴും പെട്രോൾ പമ്പിലൊക്കെ പോകുമ്പോൾ അവിടെ ഇരിക്കുന്ന ചേച്ചിമാരും ഒക്കെ അവരെല്ലാവരും എന്നെ മണിച്ചേട്ടൻ്റെ എന്തോ സ്വന്തം കൂട്ടുകാരനെ പോലെ എന്നെ കാണുന്നത്. എന്നെ കാണുന്നത് മണിച്ചേട്ടൻ്റെ റിയൽ മണിച്ചേട്ടൻ്റെ
റിയൽ കൂട്ടുകാരനാണ് ഞാൻ എന്ന് പറഞ്ഞിട്ടാണ് എന്നെ കാണുന്നത്. ഈ മണിയായിട്ട് നിങ്ങൾ അവിടെ പോയല്ലേ, മണിച്ചേട്ടൻ എന്ത് ഇപ്പൊ ആയിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നല്ലേ എന്നൊക്കെ. ഏറ്റവും ഞാൻ മണിച്ചേട്ടനെ കണ്ടിട്ടില്ലേ, കാരണം ഞാൻ സിനിമ വരുന്നതിന് മുമ്പ് മണിച്ചേട്ടൻ മരിച്ചുപോയി. എനിക്ക് ഭയങ്കര ഇതായിട്ടുള്ള ആളായിരുന്നു പുള്ളി. പിന്നീട് നമ്മൾ ഈ സിനിമയിൽ ഇവരുടെയൊക്കെ എന്താ മറ്റേ ക്യാരക്ടേഴ്സിന്റെ വിനയൻ സാറിന്റെ അടുത്തു നിന്നും ധർമ്മജന്റെ അടുത്തു നിന്നും ഒക്കെ മണിച്ചേട്ടനെ പറ്റി കേട്ടിട്ടുള്ള അറിവ് മാത്രമേ എനിക്കുള്ളൂ. പക്ഷെ ഞാൻ പിന്നീട് സിനിമ ഇറങ്ങി ഇപ്പൊ പോലും ഈ 2025 പോലും ചാലക്കുടിക്കാരൻ ചങ്ങാതിയിൽ മണിയുടെ കൂട്ടുകാരനല്ലേ, പക്ഷെ ഒന്നാലും അത് അങ്ങനെ ആയിപ്പോയില്ലടാ, നിന്റെ അമ്മായിപ്പനുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അങ്ങനെ അമ്മമാരും ഒക്കെ നമ്മുടെ അടുത്ത് വളരെ റിയൽ ആയിട്ട് ആരും നീ എന്തിനാണ് കൊന്നേ എന്ന് ആരും ചോദിച്ചില്ല, ആരും ഒരു ഇതും ഇല്ല, എല്ലാവരും മറ്റേ പറ്റിപ്പോയല്ലോടാ ശേ എന്നൊക്കെ പറഞ്ഞിട്ട് അവരെന്തോ അവരുടെ ഭയങ്കര ഫാമിലിയിലെ വളരെ അടുത്ത ആളടുത്ത് കണക്കാക്കുന്നത്. അത് ഈ ആർട്ടിന്റെ ഒരു മാജിക്കാണ്, ഈ സിനിമയുടെ ഒരു മാജിക്കാണ്. അത് നമുക്ക് അൺപ്രഡിക്റ്റബിൾ ആയിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് ഈ സാധനം പോകും. നേരത്തെ പറഞ്ഞ അറ്റൻറ്റബിളൈസ് ചെയ്യുമ്പോഴും നമ്മളൊരു എക്സ്പെരിമെന്റൽ ആയിട്ട് ചെയ്ത സാധനമാണ്. പക്ഷെ ഈ സിനിമയുടെ മാജിക് കാരണം അത് എങ്ങോ പോയി, എവിടെയോ പോയി, തമിഴ്നാട്ടിൽ. നമുക്കിപ്പോഴും അത് പ്രോസസ് ആയിട്ടില്ല, എനിക്കിപ്പോഴും അത് മനസ്സിലായിട്ടില്ല അത് എന്ത് ഫ്ലേവർഫുൾ മാജിക് ആണ്. അത് റീക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഒരിക്കലും പറ്റൂല. അപ്പൊ അങ്ങനെ ഒരു പരിപാടിയിലാണ് അത് പൊക്കോണ്ടിരിക്കുന്നത്.